ചെയ്യേണ്ട ഒരു ബിസിനസ്സും കൂടാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ ജോലി ഉണ്ടെങ്കിൽ ബാങ്കിലെ മാനേജർക്ക് എന്തൊക്കെ പണിയുണ്ട്? എല്ലാ മാസവും ടീമിനെ വിളിച്ചു കൂട്ടണം, ടീമിനല്ല അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചു കൂട്ടണം, അവർക്ക് ടാർഗറ്റ് വേണം, ഗോൾഡ് ഇത്ര പോകണം, സ്കീം ഇത്ര പോകണം, പൈസ ഇൻവെസ്റ്റ് ചെയ്തതിൽ ഇത്ര വേണം, ആ ഒരു കണക്കുണ്ട്. മദ്രസയിലും ഉണ്ട് റേഞ്ച് യോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ, നമ്മളെ പഠന പുരോഗതിയൊക്കെ നോക്കാൻ അതിനൊരാളെ മുഫദ്ദീസ് എന്ന ആൾ വന്നിട്ട് ഇല്ലേ, അത് എല്ലാ സ്കൂളിലുണ്ട് PT എന്നൊക്കെ പറഞ്ഞ്. ഇതേപോലെ തന്നെ ഈ ബിസിനസ്സിനും ഇതുപോലെ തന്നെ ഉണ്ട്. ഇത് നമുക്കുണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്കില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഇതിന് ശരിക്ക് നിങ്ങൾ പുതിയ ആളുകളായതുകൊണ്ട് പുതിയ ആളുകളുണ്ട്, അതുപോലെ തന്നെ ഐഡിയ അടിച്ച് സ്റ്റാർട്ട് ചെയ്ത ആളുകളും തുടക്കക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഇത് പറയുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ആരോ ഒന്ന് പറഞ്ഞ്, ഇപ്പോൾ പറഞ്ഞ സംഭവിച്ചാൽ ഞാൻ വന്നത് നാടനാണ്, എനിക്കൊന്നുമില്ല, ഞാനിത് സീരിയസ് ആയി ചെയ്യട്ടെ, ആ സമയത്ത് ഇവരൊക്കെ വന്ന് കയറിപ്പോകുന്നു. ശരിക്കും മൈ ലൈഫിൽ നിങ്ങൾ നാട്ടിൽ പഠിച്ച ഒരു സാധനം ഇതിൽ വേണ്ട. അതേ നമ്മൾ മനസ്സിലായി, നിങ്ങൾ നാട്ടിൽ പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി പഠിച്ച, ഞങ്ങൾ B.Ed ആണ്, ഞാൻ MBA ആണ്, ഈ ഒരു സാധനം ഇതിലേക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ശരിക്കും ഇതൊന്നും വേണ്ട. ഇതിൽ ലീഡർമാർ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, സത്യത്തിൽ ഞാൻ എൻ്റെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റ് എന്ന കമ്പനിയിൽ വരുന്ന സമയത്ത് ഞാൻ ഒരാളെ കൊണ്ടുവന്നിരുന്നു. അയാളുടെ പേര് ഷിഹാബ് എന്നാണ്. ഷിഹാബ് എന്ന് പറഞ്ഞാൽ ഓന് കജാരിയൻ്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ്. അടിപൊളി ഡ്രസ് കോഡ്, നല്ല ഹൈറ്റ്, ഒത്ത നിറം, കാണാൻ നല്ല സിമ്പിൾ, നല്ല ഷെയ്ക്കൻ്റെ, മാർക്കറ്റിംഗ് സ്കില്ല് ഒടുക്കത്തെ ചെങ്ങയാണ്. ഇവനെ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, പഠിച്ചാൽ ഇവനങ്ങ് വന്നാൽ ഞാനങ്ങ് രക്ഷപ്പെട്ടു, ഇവനങ്ങ് തകർത്ത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്ന് വരെ ഐഡിയ അടിച്ചെന്നാൽ ഒരു ഉപ്പിൻ്റെ പുറത്ത് മാറ്റിയില്ല. രണ്ടാമത് വിചാരിച്ച ഒരാളായിരുന്നു, ഒരാൾ അയ്യൂബ് സാറെ കൊണ്ട്, ഒരു ഉമർ ഉസ്താദ് എന്ന് പറഞ്ഞാൽ പന്നൂർക്കാരനാണ്. ഇപ്പോൾ ഒരു കീറിയ പനിയനും ഒരു കള്ളും കൊണ്ടു ഒരു തസ്ബിയാലൊക്കെ ഉണ്ട്. ഞാൻ ഇയാളാണോ ഇതിൽ വന്ന് തിളങ്ങുന്നത്? ഞാൻ വിചാരിച്ച സംഗതി കേട്ടോ, തുറന്നു പറയാം, എൻ്റെ മനസ്സിലെ പ്രീജഡ് ചെയ്താട്ടോ. അയാളൊക്കെ ഇയാൾ എന്തിനും കൊണ്ടുവന്നു, പാമ്പായസ് കുയ്യൊക്കെ പോകാനായി, ഇനി അയാളെയും കുറിച്ച് ഇതിലൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യമുള്ളത്? പക്ഷേ ഉമർ ഉസ്താദ് എന്ന് NTC ആണ്. ഞാൻ ഭയങ്കര മോട്ടിവേഷൻ വിചാരിച്ച അയാളെന്ന് മൈ ലൈഫിൽ ഐഡിയ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? നമ്മൾ ആരെയും പ്രീജഡ് ചെയ്യണ്ട. ഓൻ വരും, ഓൻ വന്ന് തകർക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, ഇതല്ല ഇതിൽ കണ്ടത്. നമ്മളെ ടീം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആര് ചെയ്തോ ഓന് വിജയിക്കാൻ പറ്റും. അല്ലാതെ മൈ ലൈഫ് ഓന് MBA കഴിഞ്ഞ് നിങ്ങൾ പഠിച്ച ഒരു ഡിഗ്രിയും മൈ ലൈഫിന് ഒരു ഗുണവും ചെയ്യും. ചിലപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, ഹിന്ദി പഠിച്ചിട്ട്, കമ്മ്യൂണിക്കേഷൻ പഠിച്ച്, പക്ഷേ മൈ ലൈഫിൽ എല്ലാം പഠിക്കുക. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, മാനേജ്മെൻറ്റ്, ഇതൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്തൊരു അനുസരണയോടെ ഈ കുട്ടികളായിട്ട് ഇതിൽ നിന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ചതെന്നാണ് അങ്ങനെ പറയാനുണ്ട്. രണ്ടാമത് ഇവിടെ ഒരാൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം പറയാൻ പറ്റില്ല. രണ്ടാമത് ആൾ തീർന്നു പോകും. ആളുകളൊരു സംശയം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മലേഷ്യയിൽ കമ്പനിയുടെ ഇൻ്റർനാഷണൽ കൺവെൻഷന് പോയ സമയത്ത് അവിടെ ആ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നറിയോ? അവിടുത്തെ MLM മിനിസ്റ്ററാണ്. നമ്മുടെ ഇന്ത്യയിൽ അതില്ല കേട്ടോ, കേരളത്തിലും ഇല്ല. മലേഷ്യയിലും ബ്രിട്ടനിലും കാനഡയിലൊക്കെ MLM, നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി പോലെ, അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി പോലെ, ആരോഗ്യ വകുപ്പ് മന്ത്രി പോലെ ഈ മേഖലക്കും ഒരു മന്ത്രിയുണ്ട്. നിങ്ങൾക്ക് നമ്മളല്ലേ നെഗറ്റീവ് ആക്കുന്നത്? ഈ സാധനം ബെല്ലിസാറും നമ്മളെ ഇവരും കൂടെ ആരെടുത്ത് പോയി, നമ്മളെ കോഴിക്കോട് മത്സരിച്ച CPM-ൻ്റെ നേതാവിൻ്റെ വരുന്നത് എളമരം കരീമിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞത്, നമുക്കിതിന് നിയമം കൊണ്ടുവരണം. മൂപ്പര് ഓടിപ്പിച്ച മൂപ്പര് പറഞ്ഞു, നിങ്ങൾ ഉടായിപ്പോൾ ഒരു പരിപാടിക്ക് സംഘടന ഉണ്ടാക്കുക, വേറെ പരിപാടി ഉണ്ടോയെന്ന് വെച്ചു. അങ്ങനെ ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ ആ ചന്ദ്രശേഖരൻ അടുത്ത് പോയത്, ഓർമ്മ ഈ സാധനത്തിനൊന്നും സംഘടന ഉണ്ടാക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും പരിപാടി, നല്ല കുറേ ബിസിനസ് ഉണ്ട് നിങ്ങൾ. അങ്ങനെ പോയിട്ട് കാനത്തിൻ്റെ അടുത്ത് പോയി, CPI-ൻ്റെ. അയാൾ കുറച്ച് പഠിക്കുന്ന ആളാണ്, ഞാനത് പഠിക്കട്ടെ എന്നാണ്. അയാളെ മോനെ വെച്ച് പഠിപ്പിച്ച്, സത്യം പറയാം, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ MLM-മാർ അമേരിക്കയിൽ പോയിട്ടുണ്ട്. അവിടെ പോയപ്പോൾ ഇവർക്ക് തോന്നിയത് ഇതെന്തൊക്കെയോ ഒരു സാധനമാണ്. നമ്മളെ ബെല്ലിസാറാട്ടോ ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്ന്. ബെല്ലിസാർ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ബുക്കുണ്ട് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് BCom-ൽ. ആ പുസ്തകത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞാൽ MLM, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ട്രഡീഷൻ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നപ്പോൾ കസബയിൽ പോയിട്ട് നേരെ ബുക്ക് നൂർത്തി ഇങ്ങോട്ട് പറഞ്ഞാൽ, ഇതെന്തിനു പഠിപ്പിക്കാമെന്ന് വെച്ചു. ഈ സാധനം എന്തിനാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചു, പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നാട്ടിൽ ഇത് നിയമം ഉണ്ടാക്കണം, അല്ല ഇത് വെട്ടിക്കാമെന്നാണ്. ഇത് വലിയ ഇൻഡസ്ട്രിയാണ്.
ഈ ഇൻഡസ്ട്രിയെ നമുക്ക് മാറാൻ പല ആളുകളും ഞാൻ 2011 ഞാൻ തുടങ്ങി, 2007 ഞാനിത് തുടങ്ങി. ഒരു കാര്യം കേട്ടോ, ഇതിന് മോണിറ്ററിങ് മെക്കാനിസം വന്ന് 2018 ഇതിന് മുമ്പുള്ള സാധനമല്ല. ആ കോല് വെച്ച് നിങ്ങൾ അളക്കരുത്. 2018, 19, 20, 21, 22, 23, 24, 25 7 കൊല്ലമായിട്ടേ ഉള്ളൂ. നിങ്ങൾ 2001 ഞാനൊരു ജപ്പാൻ വേൾഡ് കൂടിയിരുന്നു. ഞാൻ 2007 RMPയിൽ ഉണ്ടായിരുന്നു. ഇതൊന്നും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങില്ല, അന്ന് നിയമമില്ലാത്ത സാധനം. ഇനി നിയമം വന്ന് 2018 ഞാൻ പോയിക്കതിന്. പക്ഷേ ഇതിന് മോണിറ്ററിങ് മെക്കാനിസം വന്നത് ഇതിന് ഇപ്പം നിയമമായത് എപ്പാന്നാണോ? ഇപ്പം എന്ത് വന്നിട്ടെന്ന് പറഞ്ഞാൽ ഇത് ഗൈഡ് ലൈൻസ് പാസ്സായത് ഇന്നലെയാണ്, കഴിഞ്ഞ 16-ാം തീയതി. ഗൈഡ് ലൈൻസ് പാസ്സായത് കഴിഞ്ഞ 16-ാം തീയതിയാണ്. ഇപ്പം നമ്മൾ പണ്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എവിടെ ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ 16-ാം തീയതി മോണിറ്ററിങ് ഗൈഡ് ലൈൻസ് പാസ്സായി. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നേരമില്ലാത്തതുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാത്തത്. ഉദ്ഘാടനം വലിയ പ്രോഗ്രാമാക്കിയിട്ട് പത്രങ്ങളിലൊക്കെ കൊടുക്കണം. എന്താ അവർ പഠിച്ചതെന്നോ? ഇവർക്കിപ്പോൾ ഒരു മാറ്റം ഉണ്ടായത്, നാട്ടിൽ ഇഷ്ടംപോലെ അഭ്യസ്ത വിദ്യരായ ആളുകളുണ്ട്. ഇവർക്കൊന്നും തൊഴിലെടുക്കാൻ സർക്കാരിൻ്റെ കയ്യിലില്ല, ഒരു പരിപാടിയുമില്ല. ഓനിങ്ങനെ എന്താ പരിപാടി? നിങ്ങൾ എന്ത് സാഹിത്യം പറഞ്ഞാലും നമ്മളെ കേരളമൊക്കെ ജീവിച്ചു പോകണം. ഒന്ന് മദ്യം വിറ്റിട്ടാണ്, 2 ടൂറിസം. നിങ്ങൾ എന്ത് പറഞ്ഞാൽ റേഷൻ പടിയിൽ അരി കിട്ടണമെങ്കിൽ മദ്യം വെക്കണം. നമ്മൾ എന്ത് കഥ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവർ പഠിച്ച പഠനം എന്താ വെച്ചാൽ ലോകത്ത് വലിയ ഇൻഡസ്ട്രിയാണ് ഈ മേഖല. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റൂ, മദ്യം വെക്കണ്ട. ഞാനൊരു മാസം 2,40,000 വാങ്ങിയാൽ ഏകദേശം ഒരു 10-12,000 സർക്കാരിൽ കിട്ടും. സർക്കാരിനും ഗുണമുണ്ട്, നാട്ടുകാർക്കും ഗുണമുണ്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ട് പഠിച്ച് ഇത് വലിയ മേഖല ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് വേറെ ലെവലിലേക്കാണ് പോകാൻ പോകുന്നത്. ഇത് നമ്മൾ വിചാരിച്ച സാധനമല്ല. പല ആളുകളും മനസ്സിലാക്കിയത് എന്തൊക്കെയോ പരിപാടി അല്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ബിസിനസ്സിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, സൂമിലൊക്കെ പറയുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നമ്മൾ 2, 4, 6, 8, 10, 12, 15 പേരുണ്ട്. ഈ 15 പേരും ആരോഗ്യവാനാണെന്ന് ആദ്യം നോക്കണം. അല്ല, 100% ആരോഗ്യവാന്മാരല്ല. നിങ്ങൾ എന്ത് പറഞ്ഞാൽ സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഷുഗറുണ്ടോ? ഷുഗറില്ല. പ്രഷറുണ്ടോ? പ്രഷറില്ല. കൊളസ്ട്രോളിനോ ഇല്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അതില്ലാത്തത്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി, കംപ്ലീറ്റ് ഓൾ ബോഡി ചെക്കപ്പ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ കുറവുണ്ട്. 2, ഒന്ന് വളരെ പറയാം. 2, നമുക്ക് പൈസക്ക് ആവശ്യമുണ്ടോ? നിർബന്ധ പൈസ. ഞാൻ പറഞ്ഞ പൈസ ഒന്നും ഉണ്ടാക്കാതെ നിങ്ങൾ പറയാം പൈസയൊന്നും വേണ്ട, ഞാനിങ്ങനെ ജീവിച്ചു. ഞാൻ പറഞ്ഞു സന്യസിക്കാൻ എങ്ങനെ പോയിക്കൊള്ളണം. മദ്രസ് പോയാലും നിങ്ങളെ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുക 100% ഉറപ്പ് തരാം. പറ്റൂല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും 20,000 രൂപ എല്ലാ മാസവും മാറ്റി വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇപ്പം പറയാം, 20,000 രൂപ മാറ്റി വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മാസത്തിൽ 20,000 രൂപ മാറ്റി വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. നിങ്ങൾ 20,000 രൂപ ഒരു മാസം മാറ്റി വെക്കാൻ പറ്റും, നിങ്ങൾ കൂട്ടിക്കോ. 20,000 രൂപ നിങ്ങൾ മാസം മാറ്റി വെച്ചാൽ ഒരു വർഷം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തുക 2,40,000 അല്ലേ? കറക്റ്റ് അല്ലേ? 12 മാസമുണ്ട്, 2,40,000. 10 വർഷം മാറ്റി വെച്ച് എത്ര കിട്ടും? 24 ലക്ഷം. നിങ്ങൾ 40 വർഷം ജോലി ചെയ്ത് എന്ത് കിട്ടും? 96 ലക്ഷം. 1 കോടി ഉറുപ്പിക കിട്ടൂല. ഞാൻ ചോദിക്കുന്നത്, ഇക്കാക്ക് ഇനി 40 വർഷം ജോലി ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും മേഖലയിൽ പറ്റൂല. വെറുതെ ഒരു കടയിൽ ഇന്ന് ക്യാഷ് വാങ്ങാനാണെങ്കിൽ പറ്റൂല. ആരോഗ്യ പ്രശ്നമുണ്ട്. നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണേ. 40 വർഷം നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾക്ക് 30,000 കിട്ടിയിട്ട് 10,000 ചിലവിൽ വെച്ച് 20,000 മാറ്റി വെച്ചാൽ 40 കൊല്ലം ചെയ്താലും 1 കോടി ഉറുപ്പിക ഉണ്ടാക്കാൻ പറ്റൂല. പക്ഷെ ഇവിടെ ആരും മാറ്റി വെക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. മൈ ലൈഫ്, ഇനി നിങ്ങൾ നേരെ മൈ ലൈഫിൽ കൊണ്ടുവരും. മൈ ലൈഫ് എന്താ? മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിൽ ഏകദേശം നിങ്ങൾ പഠിക്കേണ്ട റാങ്കുകൾ പഠിക്കണം. ശരിക്കും ഇവിടെ 14 റാങ്ക് എന്നെ കൊണ്ടുവന്ന ബിജു സാറും ബെൽനി സാറും ITC ആണ്, ഇൻ്റർനാഷണൽ ടീം കോർഡിനേറ്ററാണ്. ഒരാൾ ഇൻ്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആവുക എന്ന് പറഞ്ഞാൽ അയാളെ അക്കൗണ്ടിലേക്ക് 1,20,00,000 കിട്ടും. ITC ആയാൽ 1,20,00,000 കിട്ടും ഏത് ITC എന്ന റാങ്കിലെത്തുമ്പോൾ സ്റ്റാർട്ടിങ് മുതൽ 1,20,00,000 എന്ന് പറഞ്ഞാൽ ഏത് കമ്മീഷൻ മാത്രമേ. അപ്പുറം ഇപ്പുറം വന്ന് ആളുകളെ മാച്ച് ചെയ്ത വരുമാനം. പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ലോയൽറ്റി ബോണസ് എന്ന് പറഞ്ഞാൽ വേറെ സാധനമുണ്ട്. പിന്നെ NTC ബോണസ് എന്ന് പറഞ്ഞാൽ വേറെ സാധനമുണ്ട്. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന പൈസ ഉണ്ട്, അത് ചിലപ്പോൾ 1 കോടിക്ക് മേലെ ഉണ്ടാവും. ഞാൻ ആ കഥയെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഓർഗ് 1-ലും ഓർഗ് 2-ലും ബിസിനസ് വോളിയം മാച്ച് ചെയ്യാൽ ഒരാൾ ITC ആകുക പറഞ്ഞാൽ 1,20,00,000 ഉറുപ്പിക കിട്ടും. 14ാമത്തെ റാങ്കുകൾ കടക്കുമ്പോൾ കിട്ടുന്ന സാധനം 1,20,00,000.
എന്നെ കൊണ്ടുപോകുന്ന ബെൽനിസാർ ഈ ബിസിനസ്സിൽ വന്നിട്ട് 10 വർഷമായിട്ടുള്ളൂ. 10 വർഷം മുപ്പര് ചെയ്തില്ല. 10 വർഷം കൊണ്ട് മുപ്പര് ITC ആയിട്ട് ഏകദേശം 5 വർഷത്തിനടുത്തൊക്കെ ആയി. മുപ്പര് 5 വർഷം കൊണ്ട് 1,20,00,000 മാറ്റിയത്. ബിജു സാർ ഇതിൽ വന്നിട്ട് ഏകദേശം 8 വർഷമായി. 8 വർഷം മുമ്പ് മാറ്റിക്കൊണ്ട് 1,20,00,000. ITC 1,20,00,000 ഞാൻ കണ്ടിട്ട്, ഞാൻ നേരിട്ട് കണ്ട. ബിജു സാറെ നിങ്ങൾ കണ്ടില്ലേ? ബെല്ലി സാറേയും കണ്ടില്ലേ? 1,20,00,000 കിട്ടിയതിന് മോളിൽ കിട്ടി. ITC ആപ്പിന് അതിൻ്റെ മോളിൽ കിട്ടും, UTC അതിൻ്റെ മോളിൽ കിട്ടും. 1,20,00,000 കിട്ടി. ഇവർ ചെയ്തത് 14 റാങ്ക് കയറിയിട്ടേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞ എത്ര വർഷം കൊണ്ട് ഉണ്ടാക്കിയെന്നാണ്? 4 വർഷം കൊണ്ടാണ് 1,20,00,000 ഉണ്ടാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കണം, ബിജു സാറും ബെല്ലി സാറും ഏതെങ്കിലും ഒരു ജോലിയിൽ 20,000 രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു 40 കൊല്ലവും കിട്ടാത്ത പൈസ ഇവിടെ 4 കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ അതൊക്കെ നിർത്തിക്കണം. അമീത് സാറയിൽ വന്നിട്ട് എത്ര വർഷമായി? 3 വർഷം, 3.5 വർഷം, 4 വർഷം കൂട്ടിക്കോ. 4 വർഷം കൊണ്ട് അമീത് ഉസ്താദ് ഏത് റാങ്കിലെത്തിയെന്ന് അറിയും നിങ്ങൾക്ക്? ആദ്യത്തെ റാങ്ക് ബ്രോൺസ്, പിന്നെ സിൽവർ, പിന്നെ സ്റ്റാർ, പിന്നെ റൂബി, പിന്നെ കോർഡിനേറ്റർ, പിന്നെ TC, പിന്നെ ATC, പിന്നെ DTC, പിന്നെ ZTC, പിന്നെ STC, പിന്നെ RTC. 11 റാങ്കിലെത്തി. ഇനി പിന്നെ അമിത് സാറിന് എത്ര റാങ്കാണ് കയറാനുള്ളത്? 3 റാങ്ക് കയറി എത്ര കിട്ടും? 1,20,00,000 കിട്ടും ഇദ്ദേഹത്തിന്. ഞാൻ ചോദിച്ചു, മദ്രസയിൽ നിങ്ങൾ നിന്നാൽ കിട്ടുമോ? നിങ്ങൾ പറഞ്ഞുണ്ടോ? ഇത് കേൾക്കുന്ന നിങ്ങൾ ചെവി കൊണ്ടല്ല കേൾക്കണം, ഹൃദയം കൊണ്ട് കിട്ടുമെങ്കിൽ ഞാൻ പറഞ്ഞു മദ്രസയിൽ നിന്ന് കിട്ടൂല. ഇനി ഒരു റാങ്ക് മാറാൻ ഇവർക്കുള്ള 3 റാങ്ക് മാറാൻ 2 കൊല്ലം കൂടി എടുത്തോന്ന് കൂട്ടിക്കോ, അല്ല ഇനി 5 കൊല്ലം എടുത്തോന്ന് കൂട്ടിക്കോ. എന്നാൽ എന്ത് നഷ്ടമുള്ളത്? എന്ത് നഷ്ടമുള്ളത്? പക്ഷേ നിങ്ങളിവിടെ ഓരോരുത്തരും മനസ്സിലാക്കും, ഉമർ ഉസ്താദ് ഏത് റാങ്കിലാണോ? ഉമർ ഉസ്താദ് ഇതിൽ വന്നിട്ട് 4 വർഷമായിട്ടല്ലോ, 3.5 വർഷമായിട്ടല്ലോ. ഉമർ ഉസ്താദ് 13ാമത്തെ റാങ്കിലാണ്, 12ാമത്തെ റാങ്കിലാണ്. ഒരു CTCയും ഒരു ITCയും. ചിലപ്പോൾ വർഷം ചിലപ്പോൾ CTC ആവും. 5 മാസം കൊണ്ട് CTC ആവും. പിന്നെ ഒറ്റ റാങ്ക് മാറിയാൽ ബനിയനെ കീറി സസ്യാലയായിട്ട് വലിയൊരു പടു ആക്കാം. 1,20,00,000 4 കൊല്ലം കൊണ്ട് വാങ്ങുന്ന പറയുന്നത്. പിന്നെ എന്താ നമുക്ക് വാങ്ങുന്നതിന് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നിങ്ങളിത് മനസ്സിലാക്കാത്തതുകൊണ്ട് പല ആളുകൾ മീറ്റിങ്ങിന് വിളിച്ചിട്ട് ട്രെയിനിങ്ങിൽ വരാത്തതെന്താണോ? നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാത്തതാണ്. ഇത് ആരോ ഒന്ന് ചോദിച്ചു, സാധാരണ ചോദിച്ചു, 1 കോടി. ഞാൻ ഈ ബിസിനസ്സിൽ വരുമ്പോൾ 42 ലക്ഷം രൂപ കടമാണ്, ക്യാഷ് ആയിട്ടോ, പൈസ കൊടുക്കാണ്ടാണ്. നേരം വെളുക്കരുതെന്ന് വിചാരിച്ച എത്രയോ ദിവസമുണ്ട്. നേരം വെളുത്താൽ പൈസക്ക് പോലെ ആൾ തിരഞ്ഞു തരും. എന്നിട്ട് വീട്ടിൽ പോവുക രാത്രി 12 മണിക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക രാവിലെ 5 മണി 6 മണിൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും. ആൾ വിചാരിക്കും ഭയങ്കര ബിസിനസ് ഒന്നും പൈസ കൊടുക്കാനല്ല, ഇവരോട് പൈസ വാങ്ങണം. ഈ പൈസ മേടിച്ചിട്ട് ഇങ്ങക്ക് തരും, ഇങ്ങക്ക് തന്നിട്ട് ഇങ്ങക്ക് പൈസ മേടിച്ചിട്ട് ഉമർ ഉസ്താദിനോട് മേടിച്ചു കൊടുക്കും. ഉമർ ഉസ്താദിന് പിന്നെയും ഇവിടെ തന്നെ തിരിങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ ഒരു കുഴി വയ്ക്കൂ, അവിടെ ഒരു കുഴി, ഇവിടെ കുഴി, ആ കുഴി, ഇങ്ങനെ കുറേ കുഴി ബാക്കിയായി പോകും. ഞാൻ എൻ്റെ അവസ്ഥ ആട്ടോ പറയുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസരത്തിലാണ് നിങ്ങൾ. പക്ഷേ നമ്മളാരും ഇത് ഉൾക്കൊണ്ട് ചെയ്യുന്ന ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ 42 ലക്ഷം കടവും എൻ്റെ ഭാര്യൻ്റെ ഗോൾഡ് ഏകദേശം 50 സംതിങ് പൊന്നുമായിട്ട് വളർന്നു. ഒറ്റ തരി ഉണ്ടായില്ല. ഇപ്പോൾ ഒരു 10-15 പവനൊക്കെ ഞാൻ വാങ്ങിച്ചത് ഗോൾഡ്. പക്ഷേ എൻ്റെ 42 ലക്ഷം കട ഞാൻ വീടി ഈ ഇൻഡസ്ട്രിയിലാണോ. ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത് ഒരു 16 ലക്ഷം രൂപേൻ്റെ കാറിലാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വണ്ടി വാങ്ങിച്ചിട്ട് വണ്ടീൻ്റെ വില 2,16,000 രൂപ. ബൈക്കിൻ്റെ വില. ബൈക്ക് ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല, എന്നെ കളിയാക്കിയ മുന്നിൽ എന്നെ ഒച്ചത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് കളിയാക്കുന്ന ഒരു ബിസിനസ്, ഇത് ചങ്കൂറ്റത്തോടെ ഏറ്റെടുക്കുന്നവൻ്റെ ബിസിനസ്സാണ്. അല്ലെ നമ്മളില്ലാണ്ടായി പോകും. എനിക്ക് നിങ്ങൾ പറയുന്നത് നല്ല ബിസിനസ്സാണ്, ലോകത്ത് വരാൻ പോണ ഇൻഡസ്ട്രി. നിങ്ങളെ കൂടെ ആളുകൾ വരാത്താന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളിത് പഠിക്കാത്തതുകൊണ്ടോ ഇത് പരിശീലിക്കാത്തതുകൊണ്ടോ. ഇതിനുള്ളിൽ ഒരാൾ ആരോന്ന് ചോദിച്ചു, ആൾ തീർന്നുല്ലേ? ഒരു നല്ല ചോദ്യമാണ്. ആൾ തീർന്നു. ഞാൻ ചോദിച്ചു, മൈ ലൈഫിൽ നമ്മൾ എന്താ ഉൽപ്പന്നം നോക്കുന്നത്? മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിൻ്റെ നമ്മൾ പഠിച്ച ഒരു കാര്യം, ഈ സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ വിറ്റ് വരുമാനം ഉണ്ടാക്കലല്ല. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിൻ്റെ പ്രധാന പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ആളുകളുണ്ടാക്കലാണ്. ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കുറേ ടീമിനുണ്ടാക്കല, വില കുറച്ച് വാങ്ങാനല്ലേ. കമ്പനീൻ്റെ വിഷന് ഈ ബ്ലഡ് പ്യൂരിഫയറും ബെൽഹാർട്ടും ചമ്പിത്തൈലും കൊടുക്കില്ല. ഞാൻ മൈ ലൈഫിൽ നമുക്ക് 16 പ്രൊഡക്റ്റേ ഉള്ളൂ. ഇപ്പം മൈ ലൈഫിൽ ഏകദേശം 200-നടുത്ത് പ്രൊഡക്റ്റ് ഉണ്ട്. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ മൈ ലൈഫിൻ്റെ പേസ്റ്റ് ഉപയോഗിക്കുന്നത്. പേസ്റ്റ് വലിയച്ചാൽ വീണ്ടും തീരൂലേ. പിന്നെ അങ്ങനെ ആൾ തീർന്നു, മരിക്കുന്നവരെ നല്ല സാധനമാണ് വാങ്ങും. വില കുറച്ച് കിട്ടിയപ്പോൾ വാങ്ങൂലേ.
മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിൻ്റെ പ്രധാന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആളുകളെ ചേർത്ത് അല്ലെങ്കിൽ ആളുകൾക്ക് സാധനം വിറ്റ് പൈസ ഉണ്ടാക്കല, ഈ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വാങ്ങാനുള്ളൊരു ടീം ഉണ്ടാക്കല. നാളെ അരിയും പഞ്ചസാരയും ചായപ്പൊടിയും മുളകും മല്ലിപ്പൊടിയും ഒക്കെ വരും. നിങ്ങൾ ചിലപ്പോൾ അരിയും പഞ്ചസാരയും ചായപ്പൊടിയും മാത്രം നോക്കില്ല, അതിനൊരു പ്രൊഡക്റ്റ് ലുലു ചിലപ്പോൾ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ലുലു പോയി എന്ത് സാധനം വാങ്ങാം. അപ്പോൾ അരിയും പഞ്ചസാരയും ചായപ്പൊടിയും മുളകും നിങ്ങൾ തോന്നുന്നുണ്ട് ഇവിടെ വാതിൻ്റെ അടുത്ത് കുത്തിന് അരിയും പഞ്ചസാരയും ചായപ്പൊടിയും മുളക് പൊടിയും വാങ്ങാൻ പറ്റില്ല എന്ന്? പറ്റും. ഇപ്പോൾ ആമസോൺ സ്റ്റാർട്ട് ചെയ്തു അരിയും പഞ്ചസാരയും ചായപ്പൊടി. ഇത് നമ്മളെ കമ്പനി നല്ല പ്രൊഡക്റ്റുകൾ വീട്ടിലേക്ക് വില കുറച്ച് വാങ്ങി ഉപയോഗിക്കാം. വാങ്ങി ഉപയോഗിച്ചാൽ വില കുറച്ച് കിട്ടും, കമ്മീഷൻ കിട്ടും. കൂടെ വന്നവന് അരി വാങ്ങിച്ച് ചോറ് വെച്ചാൽ നമുക്ക് വരുമാനം കിട്ടുന്ന മേഖല. ആളെങ്ങനെ അത് അപ്പോൾ മനുഷ്യൻ വിശക്കുന്ന കാലത്ത് ഓളം അരി വാങ്ങും, പിന്നെ എങ്ങനെ ആൾ തീർന്നു പോകും? ഇത് നിങ്ങൾ പറഞ്ഞു ടി വിയും ഫ്രിഡ്ജാണ് വിൽക്കുന്ന കുട്ടികളി. മൈലൈഫ് വിൽക്കുന്ന ടി വി. ചിലപ്പോൾ ഒരു ടി വി വാങ്ങിച്ചാൽ ആ ടി വി അടുത്ത ടി വി വേണം ഒന്ന് കേടിരാതെ ടി വി വിൽക്കുക. അപ്പോൾ ടി വിയും ഫ്രിഡ്ജുമാണ് നിങ്ങൾ പറഞ്ഞു ഒരാൾ വാങ്ങിയാൽ പിന്നെ ഫ്രിഡ്ജ് വാങ്ങില്ല. നമ്മൾ ഒരു സോപ്പ് ശരിക്കും നിങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിൽ 3 ആളുണ്ടെങ്കിൽ ഒരു നീമിൻ്റെ സോപ്പ് നിങ്ങൾ യൂസ് ചെയ്യണേ ഒരു 10 ദിവസം കിട്ടൂല. അത് തീർന്നാൽ പിന്നെയും വാങ്ങൂലേ? ആൾ തീർന്ന പ്രശ്നം എന്താ? നിങ്ങൾ വെറുതെ നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു സൈറ്റ് എടുത്ത് എത്ര ആൾ ഒരു ദിവസം ജനിക്കുന്നു, എത്ര ആൾ മരിച്ചു എന്ന് നോക്കിക്കൊള്ളു. ഏത് ജനിക്കുന്നവനൊക്കെ പല്ലേക്കൂലേ, പിന്നെ ആൾ ജനിക്കൂലേ, പിന്നെയും പല്ലേക്കൂലേ, പിന്നെ ആൾ ജനിക്കൂലേ, ഓരും പല്ലേക്കൂലേ, പിന്നെയും പല്ലേക്കൂലേ എന്ന് വെച്ചാൽ ആളെങ്ങനെ തീർന്നു പോവാം? ആൾ തീർന്നു പോകണമെങ്കിൽ ഏത് പാക്കേജാണ് ഏത്? ഞാൻ ഉദാഹരണം പറയുകയാണ്. ആൾ എവിടെ തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു കിടക്കയും ഒരു വാച്ചൊക്കെ കൊടുക്കുന്ന കണ്ടത് ഈ ബയോട്ടോറി എന്നൊരു കമ്പനി ഉണ്ട്. കിടന്നാൽ പുറം വേദന വാങ്ങും. അത് ഞങ്ങളുടെ നാട്ടിൽ ഒരു പെണ്ണുങ്ങൾ വാങ്ങിച്ചിട്ട് പെണ്ണുങ്ങളെ പുറം വേദന മാറിയപ്പോൾ വീട്ടിലൊക്കെ കിടക്കൽ തുടങ്ങി. അത് കഴിഞ്ഞാൽ മക്കൾ തുടങ്ങി ആടെ പിന്നെ ആർക്കും പ്രോബയോട്ടിക് നിന്ന് കിടക്കാറുമ്പോൾ ആ വാങ്ങിയതേ വാങ്ങും. ആരും വാങ്ങാം. ഏത് ആ സാധനം റിസൾട്ട് ഉണ്ടോ അല്ലേ രണ്ടാമത് പിന്നെ ആരാ ഈ സാധനം വാങ്ങാം? റീപർച്ചേസ് നടക്കുന്ന പ്രൊഡക്റ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ വിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഉറപ്പാണ്. ഈ ബയോട്ടോറിൽ തന്നെ കമ്പനിയിൽ പ്രോഡക്റ്റ് ഉണ്ട്. ഒന്ന് ഒരു വെള്ള കുപ്പിയാണ്. ഇത് ഒരു വീട്ടിലൊരു കുപ്പി വാങ്ങിച്ചാൽ എല്ലാവർക്കും വെള്ളം കുടിച്ചുകൂടെ? ഒരു കിടക്കണ്ടേ അതൊന്നും 10 കൊല്ലം 30 കൊല്ലം വാറണ്ടി ഉണ്ടോ അല്ലേ? 30 കൊല്ലം വാറണ്ടി. പിന്നെ ആ പുരയിൽ ഒരു കിടക്ക പോവോ? ഞാൻ എൻ്റെ പുരയിൽ ഞാൻ മൈ ലൈഫിൽ വന്ന് 5000 രൂപ എടുത്ത് എങ്ങനെ കളിച്ച ഒരു 10 ലക്ഷം രൂപേൻ്റെ പ്രോഡക്റ്റ് ഞാൻ വാങ്ങി. ഇനിയും ഞാൻ വാങ്ങും. പ്രോട്ടീൻ പൗഡർ വാങ്ങും, ബ്ലഡ് പ്യൂരിഫയർ ഞാൻ തന്നെ വാങ്ങി കഴിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സീലിംഗ് അടിക്കാൻ 2,10,000 കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളെ കൂടെ വന്ന ആൾ 17 ലക്ഷം ബിസിനസ് കൂടി നടക്കേണ്ടി എങ്ങനെയാണോ? നിങ്ങളെ വീട്ടിലേക്ക് ഒരു പേസ്റ്റ് വാങ്ങിയിട്ട് 1000 ആളുകൾ ഒരു പേസ്റ്റും ഒരു എയർ ഓയിലും ഒരു ചാമ്പിത്താലും മാടിച്ചാൽ സീലിംഗ് അടിച്ച് വിടാം. ഇവിടെ മുബീൻ മോമിനൊക്കെ വാഷ് ഔട്ടാണ്, അല്ലെങ്കിൽ ബിജു സാറിനൊക്കെ വാഷ് ഔട്ടാണ്. 2,10,000 കിട്ടണേ 17 ലക്ഷം കൂടി. നിങ്ങളെ വീട്ടിലേക്ക് ഒരാഴ്ചത്തേക്ക് സാധനം മേടിച്ചോ, ഇവരൊരാഴ്ചക്ക് വീട്ടിലേക്ക് സാധനം മേടിച്ചോ, ഇവരാഴ്ചക്ക് കൊണ്ട് ഇങ്ങനെ ഒരു 1000 ആൾ 500 രൂപേൻ്റെ സാധനം മേടിച്ച് എത്ര പൈസയായി? അതിൻ്റെ 12% 2,10,000 ഓർക്ക് ഇപ്പോൾ നഷ്ടമാണ്. ഇപ്പോൾ ബിജു സാറും ബെല്ലി സാറൊക്കെ കച്ചവടം നഷ്ടമാണ്. ഓർക്ക് ബേബി മാച്ച് ചെയ്യുന്നത് 20 ലക്ഷം 30 ലക്ഷം 50 ലക്ഷം ഒക്കെ ഉണ്ട്. പക്ഷേ 2,10,000 കിട്ടും. അതും ഒരു മാറ്റം. അതുകൊണ്ടാണ് ഈ ആൾ തീർന്നു പോലാന്ന് വരുമാനം ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് കൊണ്ട് ഇതെങ്ങനെ വരുമാനം കൊടുക്കാൻ പറ്റുക എന്നൊക്കെ ചിന്തിക്കുന്നത്. ഒരിക്കലും ആളുകൾ തീർന്നു പോകില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾ തീർന്നു. വത്തിക്കാനിലാണെന്ന് കൂട്ടിക്കോളി, ഓരെല്ലാവരും ഐഡിയ അടിച്ച് കൂടി. വത്തിക്കാൻ 1 ലക്ഷം ആളേ ഉള്ളൂ. 1 ലക്ഷം ആളുകൾ വന്ന് കൂടി. ഈ 1 ലക്ഷം ആളുകളും വന്ന് കൂടിയാൽ ഈ 1 ലക്ഷം ആൾ അവസാനം വന്നവന് ഓൻ്റെ പുരേ കരിയും മനസ്സാരും ചായപ്പൊടിയും മുളക് പൊടിയും മേടിച്ച് അവന് കമ്മീഷൻ കിട്ടൂലേ? ഇനി നിങ്ങൾ പറഞ്ഞു ആൾ തീർന്നു. ഇപ്പം നേരത്തെ പറഞ്ഞു ആൾ തീർന്നാൽ നമുക്കിപ്പോൾ എന്താ നഷ്ടം? ശരിക്കും നഷ്ടം ഞമ്മക്കാണ്. പല ആളുകൾ ഇത് പൂട്ടിപ്പോകില്ലേ, ഇത് പൂട്ടിയാൽ നഷ്ടം. ഞാൻ ചോദിക്കുന്നത് ഇത് പൂട്ടുമോ അല്ലേ? ഞാൻ ആദ്യം നമ്മൾ മനസ്സിലാക്കി ഇത് പൂട്ടുമോ അല്ലേ എന്ന് ആദ്യം നമുക്കൊരു ബേജാറാണ്. പഠിച്ചവനെ പൂട്ടിപ്പോയാൽ എന്താക്കുമോ? ശരിക്കും ഷായർ എന്ന് പറഞ്ഞ ആൾ ഇതിൽ ഒരു ഉറുപ്പ്യം മുടക്കിയില്ല. ഞാൻ കുറേ സാധനം മേടിച്ച് പല്ലേച്ച് വിറ്റിക്ക് ലാഭം കിട്ടിക്ക്. നാളെ കമ്പനി പൂട്ടി എനിക്ക് എന്ത് പ്രശ്നമുള്ളത്? എനിക്ക് എത്രയോ ഇൻകം കിട്ടിക്ക് വരുമാനം. കമ്പനി പൂട്ടിപ്പോയാൽ കമ്പനിക്കാണ് നഷ്ടം. ഒരു സ്റ്റോർ ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം കമ്പനി ഔട്ട്ലെറ്റ് അടക്കം ഏകദേശം 1000 ഔട്ട്ലെറ്റ് ഇന്ത്യയിലുണ്ടെന്നാണ്. ഒരു 95 ഉണ്ടാക്കാൻ 2,950 കമ്പനിക്ക് 1000 രൂപ കിട്ടുമെന്ന് കൂട്ടിക്കോളി. ബാക്കിയൊക്കെ ലാഭമാകട്ടെ. അങ്ങനെ ഒരു സ്റ്റോറിൽ എത്ര 95 ആണ്? വെറുതെങ്കിലും ഒരു 100 95 ആണെന്ന് കൂട്ടിക്കോളി. എത്ര പൈസ അതിന്? 1000 10 ലക്ഷം രൂപ ഉണ്ടേ.
അങ്ങനെ എത്ര കവചപാശം, അങ്ങനെ എല്ലാം കൂടി 1 കോടി ഉറുപ്പ്യ എന്തായാലും ഒരു സ്റ്റോറിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? അതിന് കമ്പ്യൂട്ടർ വേണ്ടേ, സ്റ്റാഫ് വേണ്ടേ? അങ്ങനെ 1000 ചില്ലാണ് സ്റ്റോറിൽ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യണം? അപ്പോൾ കമ്പനി കൂട്ടി ആർക്കാണ് നഷ്ടം? കമ്പനിക്കാണ് നഷ്ടം. നമുക്കെന്താ, നമുക്ക് ബ്ലഡ് പ്യൂരിഫയർ കൊടുത്താൽ ബ്ലഡ് പ്യൂരിഫയർ ഇട്ട് ചാമ്പിത്താലും കിട്ടി അത് ഉപയോഗിച്ച് ആ വിറ്റ് ലാഭം ഉണ്ടാക്കി നാളെ കമ്പനി കൂട്ടി ഷായറിന് ഒരു നഷ്ടവുമില്ല. നമുക്കുള്ള വിചാരം കമ്പനിക്ക് അതിലും വലിയ വിചാരം. കമ്പനി അതുകൊണ്ട് നിയമം ഉണ്ടാക്കണം, അതുണ്ടാക്കണം. നമ്മൾ പല ആളുകളുടെ മെമ്പർഷിപ്പ് എടുക്കാൻ പറയുമ്പോൾ എടുക്കാത്തത് എന്താണെന്നോ? എന്തിനാ മെമ്പർഷിപ്പ് എടുക്കുന്നത്? കമ്പനി പൂട്ടിപ്പോണ 2 കാരണം: ഒന്ന് ലീഗൽ അല്ലാതിരിക്കുക, 2 കമ്പനിക്ക് ലാഭം കിട്ടാം. പൂട്ടിപ്പോകാൻ ഏറ്റവും നല്ല കൊറോണ സമയത്തിന് കമ്പനി ഇന്ന് വരെ പൂട്ടിയില്ല, പ്രോഡക്റ്റ് കൂടുതൽ വന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത് കമ്പനി പൂട്ടിപ്പോയില്ല. കമ്പനി പൂട്ടി 2000. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ ഇപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞ ഒരു ഈഗോ പ്രശ്നമുണ്ടല്ലേ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കമ്പനി നടത്തുന്ന ആരാണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കണം, കമ്പനി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായികളാണ് മഹാവീർ, MI മഹാവീർ ഇന്ത്യ എന്നാണ്. അവരാണ് ഇതിൻ്റെ പിന്നിൽ. ഓർക്ക് ഇങ്ങനെ ആളെ പിടിച്ച് ആളെ ചേർത്തി പൈസ ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ, കോടീശ്വരന്മാരാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏകദേശം 60ഓളം സയൻറ്റിസ്റ്റ് പാനൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. DV അനന്തനാരായണൻ എന്ന് പറഞ്ഞ ഒരാളാണ്. നമുക്കതറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ വെറുതെ പ്രൊഫൈൽ എടുത്താൽ ഡാബർ നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഡാബർ എന്ന കമ്പനീനെ 6 കോടിയിൽ നിന്ന് 90,000 കോടിയിലേക്ക് വളർത്തിക്കൊടുത്ത ആൾ DV അനന്തനാരായണ. അയാൾ എന്തിലായിരുന്നു അറിയാൽ? അയാൾ ഡാബറിലായിരുന്നു. ഇപ്പം അയാൾ എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ ആയുർവേദ വിങ്ങിലെ പ്രധാന ആളാണ്. ആയുർവേദത്തിനെ കുറിച്ചൊരു സംശയം ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന വാക്ക് DV അനന്തനാരായണ. അയാൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് നമ്മൾ മൈലൈഫ് കമ്പനി പറഞ്ഞാൽ ഞങ്ങൾക്ക് വെരിക്കോസ് വേണം, ഞങ്ങൾക്ക് ചാമ്പിത്തൈലം വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയല്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുമോ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് ഉണ്ടാക്കിയ DV അനന്തനാരായണ ഇന്ന് ആയുർവേദിക് ഫാർമ കോഫിയിലെ മെമ്പറാണ്. അയാൾ നമ്മളെ കമ്പനി ലൈഫ് ടൈം എഗ്രിമെൻറ്റാണ്. ലൈഫ് ടൈം എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അയാൾ മരിക്കുന്നത് വരെ മൈ ലൈഫിൽ വേണമെന്ന് എഗ്രിമെൻ്റ്. ആര്? ഇന്ത്യയിലെ കഴിവ് തെളിയിച്ച ഒരുപാട് കമ്പനിയിൽ പ്രവർത്തിക്കുന്ന സീനിയർ സയൻറ്റിസ്റ്റുമാരായ ഒരാൾ DV അനന്തനാരായണ. ഇന്ന് പ്രധാനമന്ത്രിയും പ്രസിഡൻ്റൊക്കെ ആയുർവേദത്തിന് സംശയം ചോദിക്കുന്ന അവസാനത്തെ വാക്ക് നമ്മളെ ആളാണ്. അയാൾ തലവെച്ച് നമുക്കുള്ള പ്രശ്നം എന്താ? അയാൾ നിങ്ങൾ പ്രൊഫൈൽ ഇത് പറയുമ്പോൾ നിങ്ങൾ പ്രൊഫൈൽ. രണ്ടാമത്തെ ആൾ KK രാജേഷ് എന്നാണ് ആളാണ്. ഇയാൾ ആരാന്നറിയോ? യൂണിലിവർ എന്നൊരു കമ്പനിയുണ്ട്. ഇത് ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ ലിവർ, അമേരിക്കയിൽ പിന്നെ ഇംഗ്ലണ്ടിൽ വേൾഡ് മൊത്തം യൂണിലിവർ എന്നാണ്. പാകിസ്ഥാൻ പാക് ലിവറാണ്, ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ ലിവറാണ്. ഇതിൻ്റെ മാർക്കറ്റിംഗ് ഹെഡാണ്. അപ്പോൾ ഓൾക്ക് മനസ്സിലായി ഇത് നമ്മുടെ മഹാവീർ ഇന്ത്യക്ക് മനസ്സിലായി ലോകത്ത് ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിച്ച മാർക്കറ്റിംഗ് ഹെഡ് ആരായി പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഓല് നോക്കിയപ്പോൾ ഓല് കണ്ട ആളാരാ? പിന്നെ KK രാജേഷനാണ്. അയാളെ പൈസ കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിയതാണ് ലൈഫ് ടൈം ഒക്കെ. അയാൾ മൈ ലൈഫ് തലവെച്ചിട്ട്. അപ്പം നമ്മളെ പല ആൾക്കും തലവെക്കാൻ പറ്റുന്നത് ഇത് ഈഗോ ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റുന്നു. ഞാൻ കുറേ എന്ന് പറയാം. മൂന്നാമത്തെ 2 ആളെയും കൊടുക്കുക. ഒരാളെ പേര് KC ഗൗഡൻ എന്നാണ്. KC ഗൗഡൻ യൂണിലിവർ എന്ന ഇന്ന് ലോകത്ത് പോപ്പുലറാക്കിയ ഒരു കമ്പനിയുടെ പോൺസ് സോപ്പ്, ഫേമസ് പോൺസ് പൗഡർ, കുട്ടിക്കൂറ പൗഡർ, പോൺസ് സോപ്പ്, ഫെയർ ആൻഡ് ലവ്ലി, ഇതൊക്കെ യൂണിലിവർ എന്ന കമ്പനിക്ക് ഡിസൈൻ ചെയ്തെടുത്ത ആളാണ്. നമുക്ക് ഫെയർ ആൻഡ് ലവ്ലി അയാൾ ലൈഫ് ടൈം എഗ്രിമെൻറ്റാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മഹാരാഷ്ട്ര അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റാണ് സാത്തിലാൽ പാട്ടീൽ. അയാൾ ലോകത്തിലെ ഏറ്റവും കൃഷി ചെയ്യുന്ന ഒരു രാഷ്ട്രം ഇസ്രായേൽ, പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അവിടെ ഈ കൃഷിരീതി വികസിപ്പിച്ചു കൊടുത്ത ആളാണ്. അയാളങ്ങോട്ട് പിടിച്ചതാണ്. അപ്പോൾ ലോകത്തെ കഴിവ് തെളിയിച്ച ആൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നമുക്ക് ഇതിൽ വരാൻ ഭയങ്കര പാടാണ്. നമ്മൾ പറയോ, ആരോട് പറഞ്ഞാൽ പ്രശ്നമാവോ? ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ വന്ന വലിയ അവസ്ഥയിലാണ്. എനിക്ക് പറയാനുള്ളത്, ഇവിടെ ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ബിസിനസ് ചെയ്യുന്നതിന് എല്ലാ മാസവും നമ്മുടെ റാങ്ക് മാറുന്ന ലെവലിലേക്കുള്ള ഒരു പ്ലാനിങ് നടത്തണം. എല്ലാ മാസവും ബിസിനസ്സാണ്. നിങ്ങൾ എവിടെയും ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ ഒരു ദിവസം ഒരു 5 മണിക്കൂറോ ഒരു 10 മണിക്കൂറോ ഈ മേഖല നിങ്ങൾ ചെയ്യാൻ. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് വരുമാനം, ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നത് ശരിക്കും 1000 രൂപ കിട്ടാണ്. 1000 രൂപ കടം കൊണ്ട് ഇങ്ങനെ കുടുങ്ങിയ സമയത്ത് 1000 രൂപ കിട്ടിയാൽ ആഴ്ചയിൽ 1000 രൂപ കിട്ടിയാൽ മാസം 4000 കിട്ടാൻ വന്നതാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ഒരു 10 മാസത്തെ വരുമാനം വെറുതെ എന്നെ ആ 10 വന്ന ഈ ഒരു 4 വർഷം കൊണ്ട് ഞാൻ വെറുതെ ഹരിച്ചു നോക്കി. ഇത് ഒരു 3 വർഷം കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള 3 വർഷം കൊണ്ട് ഹരിച്ചു നോക്കിയപ്പോൾ ഒരു ദിവസം 9,560 റുപ്യ വരുമാനം കിട്ടി.
ഒരു ദിവസം. ഏത് ഞാൻ എൻ്റെ കിട്ടിയ വരുമാനവും ഞാൻ എൻ്റെ ദിവസം കൊണ്ട് അയച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മൊത്തം ഞാൻ ഈ മൈ ലൈഫിൽ വന്ന സമയത്ത്, മൈ ലൈഫിൽ ഞാൻ വന്നത് 2015-ലാണ്. 2016-ലും 2017-ലും 2018-ലും ഞാൻ ഈ ഇൻഡസ്ട്രി ചെയ്തില്ല. ഞാൻ 15,000 രൂപേൻ്റെ ഉൽപ്പന്നം എടുത്ത് ബെല്ലി സാറിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്ത ആളാണ്. ഇത് ശരിയാവില്ല സാറേ, നിങ്ങൾ വിറ്റ് പൈസ നാളെ പറഞ്ഞ ആളാണ്. എന്തുകൊണ്ട് നിങ്ങളെപ്പോലെ ഒരു ഈഗോ എനിക്കുണ്ടായിരുന്നു. ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല, ഇത് ആളെ പിടിക്കുന്ന കാര്യം, അത് പൊട്ടിപ്പോവോ കണ്ണി ചേർക്കണമെന്ന് വെച്ചാൽ എന്നെ ബെല്ലി സാറ് 100 തവണയെ കുറിച്ചിട്ടുണ്ടാവും. ഞാൻ ഫോൺ എടുത്തില്ല. പക്ഷേ എൻ്റെ ഒരു കട കൂട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയല്ല ചെയ്യുന്നത്. മനസ്സിലായ സമയത്ത് ഞാനിത് ഏറ്റെടുത്ത് ചെയ്തു. ഞാൻ തുടങ്ങിയ അന്ന് മുതൽ കഴിഞ്ഞ 2023 മാർച്ച് വരെ എൻ്റെ വരുമാനം ഞാൻ കൂട്ടിയ സമയത്ത് എല്ലാ ദിവസവും എനിക്ക് 1200 രൂപ വെച്ച് കിട്ടി. ഇത് ഞാൻ ഐഡിയ അടിച്ച മുതൽ ഇന്ന് വരെ കൂട്ടിയ സമയത്ത് ബെല്ലി സാറ് ഫോൺ വിളിച്ച് എടുക്കാത്തപ്പോൾ, ഞാൻ കല്യാണത്തിന് പോയപ്പോൾ, മൈ ലൈഫിന് എതിർത്തപ്പോൾ ഒക്കെ എനിക്ക് എത്ര ഇൻകം കിട്ടിയിരിക്കുന്നു? 1500 ചില്ലാണ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോഴല്ല നിൻ്റെ വലുപ്പം മനസ്സിലാകുക. നിങ്ങൾ ഇതിൽ വന്ന കുറേ സമയത്താണ് നിങ്ങളെ വരുമാനത്താണ് നിങ്ങൾ ദിവസം കൊണ്ടായിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പഠിച്ചവനെ നല്ല കുറേ ദിവസം അന്നൊക്കെ ചെയ്യാനും തോന്നും. ഇങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാം, എനിക്ക് ഇതിൻ്റെ പ്ലാന് പല ആളുകൾക്കും അറിയാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഉമർ ഉസ്താദ് എന്നെക്കാൾ നേരത്തെ വന്ന ആളാണ്. ആൾ NTC, ഞാൻ NTC റാങ്കിലാണ്. ഉമർ ഉസ്താദിന് എത്ര കിട്ടുന്നു? ചിലപ്പോൾ 1.5 ലക്ഷമോ 2 ലക്ഷമോ കിട്ടുന്നത്. ഈ കഴിഞ്ഞ മാസം വരുമാനം 2,42,000 കിട്ടും. അത് ഉമർ ഉസ്താദിനേക്കാണ് വരുമാനം കിട്ടുന്നത്. കഴിഞ്ഞ മാസം മാത്രം 2 ലക്ഷത്തിന് എനിക്ക് ഞാൻ എന്തിനാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഞാൻ മൈ ലൈഫിൽ വന്നത് നിങ്ങൾ പറഞ്ഞ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത റിസൾട്ട് ഉണ്ടായിട്ടും ചാമ്പിത്തേലും തേച്ച് റിസൾട്ട് ഉണ്ടായിരുന്നു. എനിക്ക് പൈസക്ക് അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു ഐ ഡി ഇപ്പോൾ NTC ആയി, അടുത്ത ID RTC ചെയ്യാൻ പോവാം. ഈ മാസം ആ IDയിൽ പെർഫോമൻസ് ബോണസ് അടിക്കാൻ പോവാം. 2 IDയിൽ പെർഫോമൻസ് ബോണസ് അടിക്കാൻ പോവാം. എൻ്റെ TC ആയ IDന് അതിൽ പെർഫോമൻസ് ബോണസ് അടിക്കാൻ പോവാം. എൻ്റെ ഭാര്യയുടെ IDയിൽ പെർഫോമൻസ് അടിക്കാം. 4 ID പെർഫോമൻസ് അടിക്കണം. എന്നാലും തികയുന്നില്ല. പൈസക്ക് ആവശ്യമില്ലാത്ത ഒരാളും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ കിട്ടിയ അവസരം എങ്ങനെ നമ്മൾ മുതലാക്കണം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ പഠിക്കാത്ത ഈ ലീഡേഴ്സ് മീറ്റിംഗ്, നമ്മൾ ഈ ബിസിനസ് ചെയ്യാത്ത 2-3 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. പിന്നീട് ഈ ബിസിനസ്സിന് തുടക്കത്തിൽ ഉണ്ടാകുന്ന മൈലേജ് മാർക്കറ്റിങ്ങിൻ്റെ 2 കാര്യമാണ് നിങ്ങൾ പഠിച്ചു തന്നു. ഒന്നിൻ്റെ പ്ലാനും ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണ്. അതുകൊണ്ട് ഇവിടെ ഒന്ന് നിങ്ങളോട് പറയാനും മറക്കാൻ സാധിക്കും. ഒന്ന്, ഈ ബിസിനസ് ഇങ്ങനെ ആക്കണം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കും. ഇതിൽ ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഈ സാധനമാണ്. ഇത് നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ് ഈ പല ആളുകളും നിർത്തിപ്പോകും. ഇത് നടത്താൻ ഇത് നിങ്ങളുടെ വർക്കാണ്. ഈ ഭാഗം ഇത് നിങ്ങളുടെ ഇൻകം, വരുമാനം. ആദ്യത്തെ മാസങ്ങൾ വന്നാൽ എന്താ ഉണ്ടാകുന്നു? ആദ്യത്തെ മാസങ്ങൾ 1-ാമത്തെ മാസമാണ്. ഇവിടെ വന്നു, ഇവിടെ വർക്ക് ഒന്നും കിട്ടൂല. ഇത് മനസ്സിലാക്കണം, ഒന്നും കിട്ടൂല. ചിലപ്പോൾ ചാമ്പിക്കാൻ വിളിക്കണം, നെഗറ്റീവ് പറഞ്ഞിട്ട് ആള് കളിയാക്കുന്ന സംഭവമുണ്ട്. 2-ാമത്തെ മാസങ്ങൾ നടന്നു. പിന്നെ നിങ്ങൾ ഓടുക, വർക്ക് ഏത് നമ്മൾ എവിടുന്നാ വന്നത്? നമ്മൾക്ക് 50,000 രൂപ സാലറി ഉണ്ടായിരുന്നു. 50,000 രൂപ സാലറി ഉള്ള സമയത്താണ് വീട്ടിൽ നിങ്ങൾ പറയുന്നത് ജോലി, നിങ്ങളൊക്കെ പറയുന്നത് ഗൾഫ് റിസൈൻ ചെയ്ത് വരികയാണ്. ഒരേ വന്ന സമയത്ത് ആദ്യത്തെ മാസം പോയി 450 കൊടുവാന്ന് ആര് പറയും? ഭാര്യ പറയും, മക്കൾ പറയും. 450 ഉറുപ്പ്യാണോ കിട്ടിയെന്ന് ചോദിക്കും. അടുത്ത മാസം നിങ്ങളിപ്പം ഓടി ചിലപ്പോൾ ഒരു 1000 രൂപ കിട്ടും. അന്ന് ഗൾഫിൽ എത്ര കിട്ടിയാലും 50,000 കിട്ടായിരുന്നു ഇല്ലേ? 3-ാമത്തെ മാസം നിങ്ങൾ എന്ത് ചെയ്യും? വർക്ക് ഇത്തിരി ഇൻകം ചിലപ്പോൾ ഒരു 5,000 രൂപ ഇൻകം കിട്ടും. അന്നപ്പം വീട്ടുകാരെന്ത് പറയുന്നു? എതിർക്കും. ഇത് നടക്കൂല മോനെ, വേഗം കയറിക്കുക ഗൾഫിലേക്ക്, ഇതൊന്നും ഇവിടെ നടക്കുന്ന പരിപാടിയല്ല. 50,000 രൂപ പരിപാടി ഇവിടെ സോപ്പും വിറ്റും നടക്കുന്ന പൈസ. ഇങ്ങനെ എന്ത് ചെയ്യുന്നോ? ഒരു 5 മാസം കഴിയുമ്പോൾ വർക്ക് ഒരു 3/4 വർക്കും 4 വരുമാനം കിട്ടും. ഒരു 6 മാസം 8 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വർക്ക് പകുതിയും, 1 വർഷം കഴിയുമ്പോൾ വർക്ക് പകുതിയും വർക്കിങ് പോകും. അങ്ങനെ ഒരു 2 വർഷം കഴിയുമ്പോൾ
വർക്ക് കുറച്ചുകൂടി വരുമാനം കൂടി. ഇനി ഒരു 3 വർഷം കഴിയുമ്പോൾ വർക്ക് കുറച്ചൊക്കെ ഉണ്ടാവും, പിന്നെ വർക്കിന് വരുമാനം ഇങ്ങനെ കൂടി. ഈ സമയത്താണ് മാസം 1 ലക്ഷം 2 ലക്ഷം രൂപ. അപ്പോൾ ഭാര്യ കുഴപ്പമില്ല കേട്ടോ, ഇപ്പോൾ വരുമാനം വരുന്നത്. അത് അന്നേ പറയൂ. ഇപ്പോൾ ബിജു സാറ് വിടാം എവിടെ 4 വർഷമായപ്പോൾ മൂപ്പർക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നടക്കും, ഇത്ര വരുമാനം. വെള്ളി സാർ ഏടാന്ന് വെച്ചാൽ വിടാം, മൂപ്പർ വിടേണ്ടത്. മൂപ്പർക്ക് വർക്കൊന്നുമില്ല, ഇവിടെ ഉണ്ട്. മൂപ്പർക്ക് എന്തിനാണ് വരിക എന്ന് പറഞ്ഞാൽ GTS കഴിഞ്ഞ് അവസാന സമയത്ത് വരും. ഷായറെ GTS കഴിഞ്ഞോ? ഓ എല്ലാവരും സംസാരിക്കുന്നു. ഓ ഇപ്പം വന്നിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ച് മൂപ്പർക്ക് പണിയുള്ളൂ, ഇത്ര കിട്ടുന്നുണ്ട്. ഇത് പഠിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് വിട്ടു പോകുന്നത്. തുടക്ക സമയത്ത് ഈ പ്രശ്നം ഉണ്ടാവും, ഉറപ്പാ പ്രശ്നം. നിങ്ങൾ ആരെങ്കിലും മൈ ലൈഫിൽ വന്ന് ആദ്യത്തെ ആഴ്ച നിങ്ങൾക്ക് 2,10,000 കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, കിട്ടൂല. നിങ്ങൾ മൈ ലൈഫിൽ വന്ന് ആദ്യത്തെ 1 വർഷത്തിൽ നിങ്ങൾക്ക് 2,10,000, അല്ല ആദ്യത്തെ 6 മാസം നിങ്ങൾക്ക് 2,10,000 കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. ആദ്യം നിങ്ങൾ മുബീൻ മുഹമ്മദ് അല്ല, ഏത് കൊമ്പം വന്നാലും കിട്ടുന്നത് 450 ഉണ്ടാവും. ഇത് പഠിക്കാത്തത് കൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് വർക്ക് ഉണ്ട്. എന്തിനാണ്? ടീം ഡെവലപ്പ് ചെയ്യുന്ന. ടീം ഡെവലപ്പ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മൾ മനസ്സിലാക്കും. ഇവിടെ പല ആളുകളും പറഞ്ഞ് പഠിച്ചോണേ ഞാൻ ബ്രോൺസ് ആയി. എങ്ങനെയാണ് ബ്രോൺസ്? ചിലപ്പോൾ ബ്രോൺസ് ആയാലും നമ്മൾ ഒറ്റ കഴിയും, ചിലപ്പോൾ സ്റ്റാർ ആയാലും നമ്മൾ ഒറ്റ കഴിയും, ചിലപ്പോൾ റൂബി ആയാലും നമ്മൾ തന്നെ പർച്ചേസ് ചെയ്താലും, TC ആയാലും നമ്മൾ ഒറ്റ കഴിയും. നിങ്ങൾ ചിന്തിക്കൂ, ഒരാൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇവിടെ ഇത് നമ്മുടെ ഐഡിയ. ഇവിടെ ഒരാൾ സ്റ്റാർ ആകാൻ നടക്കാം. ഇവിടെ 50,000, ഇവിടെ 50,000 വന്നാലെല്ലാവും. 50,000 വന്നാൽ നമ്മൾ സ്റ്റാർ ആവും. നമുക്ക് ആരുമില്ല, നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത് വന്നാൽ കുട്ടി പോകും. നമ്മൾ സാധാരണ വീട്ടിൽ വന്ന സമയത്ത് നമ്മളെ കൂടെ 2 ആൾ വന്ന് കൂട്ടിക്കോ. 2 ആൾ വന്നാൽ എങ്ങനെയാ ചെയ്യാം? അല്ല നമ്മളെ കൂടെ 2, 4 ആൾ വന്ന് ഇയാൾ വേറെ വെക്കാണ്, ഇയാൾക്ക് ഇങ്ങനെ 2 ആൾ വന്ന് കൂട്ടിപ്പോയി. ഇങ്ങനെ 2 ആൾ വന്നാൽ ഇയാൾക്ക് 1 ലക്ഷം ബിസിനസ്സോടെ നടക്കണേ. എന്ത് ചെയ്താൽ മതി? ഇയാൾ 50 ഉറുപ്പിൻ്റെ, ഇയാൾ 50 ഉറുപ്പിൻ്റെ, ഇയാൾ 50 ഉറുപ്പിൻ്റെ, ഇയാൾ 50 ഉറുപ്പ് എടുത്താൽ നേരത്തെ അയാൾ ഒറ്റയ്ക്ക് 1 ലക്ഷം എടുത്തതിന് പകരം ഇവിടെ 4 ആളും കൂടി ഇവിടെ എടുത്താൽ മതി. ഒരേ ഓക്കെ. നമ്മുടെ ടീമിൽ ഇതൊക്കെ കഴിഞ്ഞ് 10 ആൾ വന്നെന്ന് കൂട്ടിക്കൊള്ളി. 10 ആൾ വന്നാലോ? 10 ആളിങ്ങനെ ഐഡിയടിച്ച് വന്നു, അങ്ങനെ കൂട്ടിക്കൊള്ളി. നമുക്ക് പെർഫോമൻസ് കൂടെ സഹിക്കണം. 10 ആളെ വന്നെന്ന് കൂട്ടിക്കൊള്ളി. ഇങ്ങനെ വന്ന 10 ആൾ, 1, 2, 3, 4, 5, 6, 7. ഇതിൻ്റെ താഴേക്ക് 2 ആളോട് വന്ന് നോക്കിക്കോളി. നമുക്ക് 1 ലക്ഷം ബിസിനസ് കൂടെ നടക്കാൻ എത്ര കച്ചവടം നടക്കണം? 10 ആളാണ്. 10 ആൾ എത്ര പൈസ കാണും? 10,000 രൂപയുടെ സാധനം എടുത്താൽ മതി. നമുക്ക് 1 ലക്ഷം രൂപ സെയിൽ എടുത്തില്ലേ? നമ്മുടെ കൂടെ 100 ആൾ വന്നാലോ? 100 ആൾ വന്നാൽ 1000 രൂപയുടെ സാധനം എടുത്താൽ മതി. നമ്മുടെ ടീമിൽ 10,000 ആൾ വന്നാലോ? ഒരാൾ 100 രൂപയുടെ സാധനം എടുത്താൽ മതി. ഇതല്ലേ നമ്മൾ തുറക്ക സമയത്തൊക്കെ ഇത് നമ്മുടെ കൂടെ ആളുകൾ വരാൻ ഇതൊക്കെ നമ്മൾ ചെയ്യണം. റിസ്ക് എടുക്കണം. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ആളുകൾ, നമ്മുടെ പാടുകളൊക്കെ തന്നെ വേണം. തുടക്ക സമയത്ത് റിസ്ക് ഉണ്ട്. റിസ്ക് എന്തിനാണോ? നിങ്ങൾക്ക് 2,10,000 കിട്ടുന്ന ബിസിനസ്സാണ്. ഇവിടെ നമുക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ചാൽ ഷായുടെ വരുമാനം കിട്ടുന്ന വേണമോ? ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇത് പഠിക്കാതെ പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കേൾക്കണം. ഇത് ഉമർ ഉസ്താദാണ്. ഉമർ ഉസ്താദിൻ്റെ ഒരു സൈഡിൽ അമീർ ഉസ്താദുണ്ട്, ഒരു സൈഡിൽ ദാറാനുണ്ട്. ഇവർ 2 സെയിൽ ചെയ്യുന്നതിന് ഭാഗം ഈ ഐഡിയ എന്ത് കിട്ടും? ഉമർ ഉസ്താദിന് വരുമാനം കിട്ടും. അത് എത്ര? ചിലപ്പോൾ പെർഫോമൻസ് ഓൺസ് എല്ലാം കൂടി വെച്ചാൽ 1,50,000 കൂട്ടിക്കൊള്ളി. എന്നാൽ ഷായർ അങ്ങനെ കളിക്കുന്നത് വെച്ചാൽ ഈ കളി കളിക്കാൻ റെഡി ഉണ്ടെങ്കിലേ വരുമാനം. ഷായർ കളിക്കുന്നത് ഇത് ഷായറിൻ്റെ ഐഡിയ ആണ്. ഇവിടെ ഷായറിന് ഒരു ഐഡിയ ഉണ്ട്, ഡെവലപ്പ് ആക്കുന്നില്ല. ഇവിടെ ഒരു ഐഡിയ ഉണ്ട്, ഇതെൻ്റെ ഐഡിയ ആണ്. ഈ ഐഡിയ ആണ്. ഇത് ഷായറിൻ്റെ ഐഡിയ ആണ്, ഇത് ഷായറിൻ്റെ ഐഡിയ ആണ്, ഇത് ഷായറിൻ്റെ ഐഡിയ ആണ്, ഇത് ഷായറിൻ്റെ ഐഡിയ ആണ്. ഇതില്ല, ഇതല്ല. ഇവിടെ എനിക്ക് ഐഡിയ ഇല്ല. ഇവിടെ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് ഷായറിൻ്റെ ഐഡിയ, ഇത് ഷായറിൻ്റെ ഐഡിയ. ഇവിടെ റമീസ് എന്ന ഒരാൾ വന്നിട്ട് ഇവിടെ ഏകദേശം റമീസിൻ്റെ താഴെ അയ്യൂബ് സാർ വന്നിട്ടുണ്ട്, അതിൻ്റെ താഴെ ഉമർ സാർ വന്നിട്ട് ഇവിടെ 10 കോടി ഇട്ടു. 10 കോടി ബിസിനസ് അവിടെ. ഇവിടെ എനിക്കൊരു ഐഡിയ ഉണ്ട്, എൻ്റെ MTC ID. ഈ ഐഡിയാണ് ഞാൻ MTC ആയത്. ഈ ഐഡി STC ആണ്, പാർട്ടീസ് ചെയ്യാൻ പോകാം. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു,
ഈ ഐ ഡി ഞാനിപ്പോൾ കളിക്കുന്ന കളി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ കളിക്കുന്ന പണി ഈ NTC റാങ്കിൽ ഇവിടെ ഫസിലു സാറും ടീമും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ട് ഇവിടെ എൻ്റെ STC ഭാഗത്ത് ടീമുണ്ട്. ഏകദേശം ഒരു 70 ലക്ഷത്തിനടുത്ത് ഇവിടെ സെയിലുണ്ട്. ഞാനിപ്പോൾ കളിക്കുന്ന കളി എന്താണ്, ഞാൻ എൻ്റെ ഭാര്യൻ്റെ ID ഇവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്തു. ഭാര്യൻ്റെ IDൻ്റെ ഓർഗ് 1 2 എന്ത് ചെയ്തു കളിക്കുള്ളൂ. ഞാൻ 15,000 രൂപ സാധനം വാങ്ങുന്നു. 10,000 രൂപ ഞാൻ സാധനം വാങ്ങിച്ചിട്ട് ഇത്ര വരുമാനം കിട്ടുന്നു. വൈഫിൻ്റെ ID ആക്ടിവേഷൻ 5,000 വെച്ചു. ഇവിടെ ഒരു 5ഉം ഇവിടെ 5ഉം ഞാൻ പർച്ചേസ് ചെയ്താൽ 10,000 രൂപ ഞാൻ മുടക്കാം കേട്ടോ. 10,000 രൂപ ഞാൻ മുടക്കിയാൽ എൻ്റെ ഭാര്യക്ക് 450 കിട്ടും. ഈ IDക്ക് ഇവിടെ 70 ലക്ഷം ഉണ്ടല്ലോ ഇല്ലേ, ഇവിടെ 70 ലക്ഷം ഉള്ളപ്പോൾ 15 ഇവിടെ BVS ഈ IDക്ക് 900 കിട്ടും. ഈ ID ഇവിടെ ഒരു 10 കോടി ഉള്ളതുകൊണ്ട് ഈ IDക്കും കൊണ്ട് 900 കിട്ടും. ഞാനൊരു 10 റുപ്യൻ്റെ സാധനം വാങ്ങിയാൽ 2,500 രൂപയ്ക്കുണ്ട്. 10,000 റുപ്യൻ്റെ സാധനം നിങ്ങൾ വാങ്ങിയ വിറ്റ കഥല്ലൊക്കെ പോയിട്ട് ഞാൻ വാങ്ങിച്ചാൽ എനിക്ക് എന്ത് കിട്ടുമോ, ഏകദേശം 2,300 സംതിങ് എനിക്ക് കിട്ടും. ഈ സാധനം ഞാൻ എന്ത് ചെയ്തു, ആ സാധനം കിട്ടിയ പൈസ ഞാൻ മാർക്കറ്റിൻ്റെ രീതി കിട്ടിയ പൈസ ഞാൻ കൊടുത്തു. വീണ്ടും ഞാൻ വാങ്ങിച്ചു ഒരു 5,000 ഇവിടെ വാങ്ങിച്ചു. ഒരു 5,000 വാങ്ങിച്ചാൽ ഇതേ പൈസ അടുത്ത ആഴ്ച കിട്ടും. അടുത്ത 3-ാമത്തെ ആഴ്ച ആ പൈസ കിട്ടിയ പൈസ വീണ്ടും ഞാൻ വിറ്റ്. അപ്പോൾ തന്നെ 3-ാമത്തെ ആഴ്ച എത്ര കിട്ടുമെന്ന് അറിയുമോ, അവിടെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ട്. 3-ാമത്തെ ആഴ്ച 5,000 ഇവിടെയും വാങ്ങുന്ന സമയത്ത് കമ്പനി ആദ്യത്തെ 5,000 ഈ ID ആക്കിയത് വാങ്ങിക്കും. ഈ ID ആക്കി പിന്നെ 5,000 ഓർക്ക് 1 ഓർക്ക് കിട്ടുക. ഈ IDൻ്റെ ഭാര്യൻ്റെ ID ഇതിലും കിട്ടും 450, ഇതിലും കിട്ടും 450, ഇതിലും കിട്ടും 450, ഇതിലും കിട്ടും 900, ഇതിലും കിട്ടും 900. ഈ പ്ലാൻ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പറയാൻ ചെയ്യാത്തത് ഒരാൾ നിൽക്കുക ഡെയിലി. ഞാൻ എൻ്റെ ഭാര്യ നിൽക്കട്ടെ ഡെയിലി ഇല്ലാതെ വിറ്റ ലാഭമല്ല. വിറ്റ ലാഭമൊന്നുമില്ല, മോഡലിനെ കൊടുത്തിട്ടാണ് പറയുന്നത്. ഇനി ഞാൻ 10,000 രൂപ സാധനം കൊടുത്ത് 700 കൊടുക്കാൻ കുറച്ച് പോയിട്ടു, നിങ്ങൾ 2,000 സാധനം പോയി പേ ചെയ്യാൻ ഫ്രീ കൊടുത്തു, എനിക്ക് ഫ്രീ കിട്ടും, ഞാൻ ഒഴിവാക്കും. എന്താ പ്രശ്നം? ഞാൻ 10,000 സാധനം എടുക്കുമ്പോൾ 750 കൊടുക്കുന്ന സാധനം കിട്ടൂലേ, 1000 700 ഫ്രീ കൊടുക്കാൻ കൊടുത്തിട്ട് എനിക്ക് വെറുതെ കിട്ടിയാലേ. ഓനെന്താ, 1000 സാധനം കൊടുക്കുമ്പോൾ ഹോൾസെയിൽ കൊടുക്കുകയും ചെയ്യും. ഒരു സോപ്പ് ഞാൻ ഫ്രീ കൊടുത്തിട്ട് ഹോൾസെയിൽ സാധനം കൊടുത്ത് എനിക്കെന്ത് നഷ്ടമാണ്. ഞാൻ 10,000 രൂപ സാധനം എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 750 രൂപ. എനിക്ക് 750 പ്രൊഡക്റ്റ് വേണ്ട, അത് ഞാൻ ഫ്രീ കൊടുത്തു. എനിക്ക് ഈ BV മാത്രം മതി. അങ്ങനെ ഞാൻ 4 ആഴ്ച ഈ IDയിലും പെർഫോമൻസ് എടുക്കും, ഈ IDയിലും പെർഫോമൻസ്, ഈ IDയിലും പെർഫോമൻസ് എടുക്കും ഇല്ലേ. അതിലേക്ക് 3-ാമത്തെ ലെഗിൽ ഒരു പൊട്ടിച്ച് 3-ാമത്തെ ലെഗ് നിങ്ങളോട് പറയാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ വരുമാനം കിട്ടിയിട്ടും നമ്മൾ എന്താ ചെയ്യാത്തത് ഒന്നും നമുക്കിത് അറിയാത്തതുകൊണ്ടാണ്. ഡെയിലി നിങ്ങൾ ഇതിൽ റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ പ്രധാന പ്രശ്നം, ഞാൻ പാൻറ് മാറ്റി ഇൻസൈഡ് എന്നത്ര കളിയാക്കി ഞാൻ. അപ്പോൾ ഉസ്താദ്മാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ സത്യം പറയാം, ഇന്ന് ലോകത്ത് ഇത്ര നല്ല ബിസിനസ്, നിങ്ങൾ പള്ളിയിലും മദ്രസയിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ലോകത്തിലെ ഏറ്റവും നല്ല ദേവത്തിലാണ്. നിങ്ങൾ ഏതെങ്കിലും പള്ളിയിൽ പോയാൽ പള്ളിയിൽ ഇഷ്ടംപോലെ കസേരയുണ്ട്, മുട്ടുവേദന, ഊരവേദന, പുറം വേദന. ഞങ്ങൾ കോഴിക്കലെ പള്ളിയിലെ പ്രശ്നം എന്ന് വെച്ചാൽ എത്രേ കത്തുണ്ടാവും. ക്യാൻസർ രോഗമാണ്, ഇതിന് പ്രത്യേകം പ്രാർത്ഥിക്കും. കിഡ്നി രോഗമായിട്ട് ഇന്ന അവർക്കായി ഹോസ്പിറ്റലാണ്, അവർക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മറ്റേ ആളുകൾ ട്യൂമർ തുടങ്ങിയിട്ടുണ്ട്. ഒരാഴ്ചയുള്ള കഥ പറയുന്നത് നമ്മുടെ നാട്ടിലെ കഥ. ഇവർക്കിത് വരാതിരിക്കാൻ നമ്മുടെ മെനക്കെട്ടിൻ്റെ ഇത്ര ഗുണമുണ്ട്. അത് മാത്രം നമ്മുടെ നാട്ടിൽ എത്ര ചെറുപ്പക്കാരുണ്ട് പൈസ ഇല്ലാത്തത്, അവർക്ക് കൊടുത്തൂടെ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ മക്കൾ ആരെങ്കിലും 18 വയസ്സായ മക്കളാർക്കാണ്? 18 വയസ്സായ മക്കളുണ്ട്. നിങ്ങൾ മൈലേജ് ആയി എത്തിച്ചു പോകണം. വലിയൊരു കഥ പറഞ്ഞു. ഞാൻ എൻ്റെ മോന് ഇപ്പോൾ എത്ര വയസ്സായിട്ടെന്ന് വെച്ചാൽ 15 വയസ്സായിട്ടുള്ളൂ. ഒരു മോന് ആ 10ാം ക്ലാസ് 15 വയസ്സിൽ, ഒരു മോന് 8ാം ക്ലാസ് മോന് 13 വയസ്സായിട്ടുള്ളൂ. രണ്ടാളും കാർ ഓടിക്കും. കാറ് കൊണ്ട് ചേർത്ത് പഠിപ്പിച്ചൊന്നുമല്ല, വീട്ടിൽ നിന്ന് വണ്ടി തിരിച്ച് പഠിപ്പിച്ചാണ്. ബൈക്ക് എന്ന് പറഞ്ഞാൽ ബൈക്കിന് വെയിറ്റ് 350 cc ആണ്, ഏകദേശം 1.5 കിലോ വണ്ടി. ഈ വണ്ടി രണ്ടാൾ ഓടിക്കും. ഒരു ചാടി വെക്കാൻ പോവുകയാണ്. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ടാണ് നമ്മളെ വീട്ടിലെ മക്കളെ വണ്ടി, നിങ്ങൾ ആക്സസ് ഒന്നും അവർക്ക് അവർക്ക് വേണ്ടി വലിയ വണ്ടിയാണ്.
2 ലക്ഷം 3 ലക്ഷം കുട്ടികളുടെ വണ്ടിയാണ്. അതിൽ പെട്രോൾ അടിച്ചാൽ ചിലപ്പോൾ 40 കിലോമീറ്റർ ഓടും. അവരുടെ കയ്യിലുള്ള മൊബൈൽ ആപ്പിളിന് 1 ലക്ഷം 1.5 ലക്ഷം ഉള്ള മൊബൈലാണ്. ഫ്രണ്ട്സ്, നാളെ ഇത് വെച്ച് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഈ വണ്ടി ഓടിക്കാൻ പൈസ ഇല്ല. നിങ്ങൾ പഠിപ്പിച്ച് ഏതെങ്കിലും താമസം ഉണ്ടാക്കി ഏതെങ്കിലും കടയാക്കി 4 രൂപ കിട്ടുന്നെങ്കിൽ ഓന് ചിലവാക്കാൻ പറ്റിയ 1500 ഓന് വേറെ എന്തെങ്കിലും ഉണ്ടായില്ലേ? ഉറപ്പിച്ച് പറഞ്ഞുതരാം. അവൻ പൈസ ഉണ്ടാക്കാൻ എന്തെങ്കിലും മേഖല ഉണ്ടായില്ലേ? ഓനെ പൈസ ഉണ്ടാക്കിയേ പറ്റും. ഓന് രാവിലെ ഓന് ലാപ്ടോപ്പ് ഒന്ന് ബ്രാൻഡഡ് ഷർട്ട് ഒന്ന് വിളിക്കും, ബ്രാൻഡഡ് ഷൂ ഒന്ന് വിളിക്കും, പെട്രോൾ അടിക്കണം, മൊബൈൽ റീചാർജ് ചെയ്യണം, ആളുകൾ മുമ്പ് ടൈപ്പ് ചെയ്യണം. ഓന് പൊടിച്ചടിക്കേ പോകും. ഓന് പൈസ ഉണ്ടാക്കി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന 500, നിങ്ങൾ കൊടുക്കുന്ന 1000 ഓന് മതിയാവില്ല. ഓന് വേറെ എന്തെങ്കിലും മയക്കുമരുന്ന് എടുക്കാനോ അല്ലെങ്കിൽ പൈസ ഉണ്ടിപ്പറിച്ചിട്ടോ പോകും. മക്കളെ നമ്മളെ മൈലേക്ക് കൊണ്ട് കയറ്റിക്കും. വളരെ പ്രധാനപ്പെട്ട ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഏത് SSLC കഴിഞ്ഞ് +2 പഠിക്കും, ബുള്ളറ്റ് വാങ്ങിയത് ഒരു ഐഫോൺ മാറി. ആ ഉമ്മ വാപ്പ കളിച്ചാണ്. ഉമ്മാനെ ഞെട്ടിച്ച് പൈസ വന്നപ്പോൾ ഞെട്ടിച്ച് പൈസ എന്തെങ്കിലും വിവരം അറിയുന്നവരെ മക്കളാണ് പറയുന്നത്. ഓനെ മൈലേക്ക് പഠിപ്പിച്ചിട്ട് 2,10,000 കിട്ടുക. ഓൻ പൈസ ഉണ്ടാക്കി പോയിക്കോട്ടെ, വേറെ കഞ്ചാവിനെ മയക്കുമരുന്നിന് പിന്നിൽ പോകില്ല. എനിക്ക് പ്രധാനം പറയാനുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ തലയെ കെട്ടി തൊപ്പിട്ടൊരു കാര്യമാണ്. ഇത് മക്കൾ പോയിട്ട് നിങ്ങളുടെ നാട്ടിന് മാലിലെ കാവ്യാണ് ആരല്ല. ഇത് ഇപ്പം പഠിപ്പിച്ചു കൊടുക്കണം. നാളെ അത് വരാൻ പോവാ. മക്കളുടെ അവസ്ഥ, നിങ്ങൾ മൊബൈൽ എടുത്ത് നിങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് എടുത്ത് ഓനെന്തൊക്കെ അറിയാന്ന നമുക്കറിയാതെ പറയും. ഇവൻ പോകും. നിങ്ങൾ എന്ത് പഠിക്കും? ഞാൻ പറഞ്ഞത്, ഞാൻ 10 ലക്ഷം രൂപ 10 ലക്ഷം കൊണ്ട് മാസം 1 ലക്ഷം രൂപ ഉണ്ടാക്കി തരാൻ എന്തെങ്കിലും വകുപ്പുകൾ പറഞ്ഞില്ല. നിങ്ങളെ കൂടെ നിങ്ങൾക്ക് ഇല്ലാന്ന്. എന്നിട്ടും ഇത് പഠിച്ചാൽ നമ്മൾ ഏറ്റെടുക്കൂല. എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് നന്നായിട്ട് വേണം. ഭയങ്കര സ്നേഹം. ഞാനിന്ന് ഒരു സങ്കടം വെച്ചാൽ ഒരു സങ്കടവും സന്തോഷവും. എത്രയോ ആളുകൾ ഇന്ന് ഉമർസ്ഥാൻ്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഒരു മക്കളെ മുന്നിലെ ഡ്രൈവിങ്, മറ്റേ മുന്നിപ്പത്ത് ബാക്കിൽ പിന്നെ ഫോട്ടോ വെച്ചാൽ ഒരു നല്ല പാട്ട് പാടി സന്തോഷപ്പെടും. ഞാൻ എവിടെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എവിടെയെങ്കിലും നമുക്ക് കാണിച്ചിട്ടുണ്ടാ? ഇത് മൈലൈഫിലേ ഉണ്ടാവും. ഞാനിപ്പോൾ ബീച്ചിൽ പോലെ രാത്രിയിലാണ്. രാത്രിയൊക്കെ ഉണ്ട്. ഭയങ്കര സന്തോഷം. മക്കൾ ഒരുമിച്ച് പോകും, നല്ല പാട്ടൊക്കെ. സന്തോഷിക്കില്ലാന്ന് ഞാൻ ചോദിക്കും. നിങ്ങൾ വലിയ കുപ്പായിട്ടല്ലേ, നിങ്ങൾക്ക് സന്തോഷം എന്ന് നിങ്ങൾ പറഞ്ഞതാ? സന്തോഷമൊന്നുമില്ല, വെറുതെ പറയുന്നതാണ്. പൈസ അല്ല ഒരു വീട്ടിൽ സന്തോഷം ഉണ്ടാവില്ല. ഇത് അടിപൊളി അവസരം. ഇത് നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് നിങ്ങളോട് പറയാം. ഇത് ബിസിനസ്സാണ്. ബിസിനസ്സിൽ കുറച്ച് റിസ്ക്. എല്ലാ മാസവും എനിക്ക് പറയാനുള്ളത്, ഇവിടെ STC മീറ്റിംഗ് വെച്ച് ഓരോ മാസവും റാങ്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാവരെയും കണക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞ് എത്ര റാങ്ക് വരാണ്ട് 14 റാങ്ക്. 1, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 റാങ്ക്. ഇത് ബ്രോൺസ്. സ്റ്റാർ അല്ല സിൽവർ. സിൽവർ. സ്റ്റാർ, റൂബി, കോർഡിനേറ്റർ, TC, ATC, DTC, ZTC, STC, RTC, NTC, CTC, ITC. ഇങ്ങനെ വാങ്ങിയാൽ 1,20,00,000 കിട്ടും. ഈ പണി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ മാസവും മാറിക്കണം. ഇവിടെ ഞാനൊരു കണക്ക് വായിച്ചുതരാം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇതിൽ നമ്മൾ നോക്കിയ സമയത്ത് പിന്നെ ഇവിടെ മഹബൂബ് ഉസ്താദിൻ്റെ റാങ്കിന് ഇവിടെ 1 ലക്ഷം ബിസിനസ് വോളിയം കയറിയാൽ ഒരു ഭാഗത്ത് 10,000 ബിസിനസ് വോളിയം, ഒരു ഭാഗത്ത് പിന്നെ 1 ലക്ഷം ബിസിനസ് വോളിയം കയറിയാൽ മഹബൂബ് വൈസ് എത്ര റാങ്ക് കിട്ടും? 1, 2, 3, 4, 5 ഈ റാങ്ക് കിട്ടും. ഇത് കഴിച്ചിട്ട് 1, 2, 3, 4, 5, 6, 7, 8 റാങ്ക് കയറിയാൽ 1,20,00,000 ഉസ്താദിന് കിട്ടും. ഉസ്താദ് അടുത്ത റാങ്ക് TC. ഇവിടെ ബ്രോൺസ് ആയ ആൾ, ഞാനിപ്പോൾ ഇതിൽ ബ്രോൺസ് ആയ ആരോഗ്യം കണ്ടിട്ടുണ്ട്. ബ്രോൺസ് ഒരു സൈഡിൽ ഇവിടെ പിന്നെ 1,54,275 ഭാഗത്ത് പിന്നെ 14,000 ഫസ്റ്റ് റാങ്ക് കയറിയിട്ടുണ്ട്. ഈ റാങ്ക് കയറിയിട്ടുണ്ട്. അടുത്ത റാങ്ക് ഇതിലേക്ക് പിടിച്ചോളണം. മാസത്തിൽ കഴിച്ചോളണം. അങ്ങനെ കൃത്യമായിട്ട് ഓരോ മാസം അതെങ്ങനെ നോക്കാം. ഇപ്പൊ ഞാനിവിടെ നോക്കിയ സമയത്ത് 14,522 അജിത്തല്ലേ 14,000 ആ സമയത്ത് അതേ ഇന്നാണ് അവർക്കില്ല. വേറെ ആരായിരുന്നു ഞാൻ പറഞ്ഞത്
അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണ്ടേ. ഒരു സൈഡിൽ 1,50,000 സംതിങ് ഉണ്ട്. ഏത് റാങ്കിലേക്ക് എത്തിക്കുന്ന അറിയോ? ഒരു സൈഡ് ഏതൊക്കെ എത്തിക്കുന്നോ? 1, 2, 3, 4 ഈ റാങ്ക് വരെ എത്തിക്കുന്നത് കുറച്ചുകൂടെ ഉള്ളൂ. പക്ഷേ അപ്പുറത്തെ ഭാഗം ഈ ഐ ഡി എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അടുത്തേക്ക് മാറ്റാൻ എത്ര വേണം? 15,705 അല്ലേ? അല്ലേ? 14,510. ഇത് എവിടുന്നാ നോക്കുക? എങ്ങനെ നോക്കാൻ പറ്റുക? നിങ്ങൾ പോയി ചെക്ക് മൈ ഗോൾ നോക്കാം. ഇവിടെ നിങ്ങൾ പറഞ്ഞ 3 റാങ്ക് ഇവിടെ കാണൂല. ഏത് ബ്രോൺസ്, സിൽവർ, സ്റ്റാർ, റൂബി, കോർഡിനേറ്റർ വരെ കമ്പനിയുടെ സൈറ്റിൽ കാണൂല. അതിൽ വരെയുള്ള ആളുകൾ ഡിസ്ട്രിബ്യൂട്ടർമാരാണ്. കമ്പനി അങ്ങനെ കാണിക്കും. ഇത് നമ്മൾ ഏജ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഒരു റാങ്കാണ്. അപ്പോൾ അവിടെ നിങ്ങൾ കാണിക്കാം. അവിടെ നിങ്ങൾ കാണും ഈ റാങ്ക് ഈസിയാണ്. 2 ലക്ഷം അപ്പുറം 2 ലക്ഷം അപ്പുറം കയറിയാൽ നിങ്ങൾ ഈസി ആവും. അപ്പോൾ ആദ്യത്തെ റാങ്ക് 10,000 വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യത്തെ റാങ്കിൽ രണ്ടാമത്തെ റാങ്കിന് 25,000. അതും ഞാൻ പറഞ്ഞാൽ ഈ റാങ്കിൽ എത്താൻ വേണ്ടി 10,000, ഈ റാങ്കിന് 25,000, ഈ റാങ്കിന് 50, ഈ റാങ്കിൽ 1 ലക്ഷം, ഈ റാങ്കിന് 1.25 ലക്ഷം, ഈ 2 ലക്ഷം, 2.5 ലക്ഷം, ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ആദ്യത്തെ 10 ഇത് കഴിഞ്ഞു. ഇനി അടുത്തതിന് നിങ്ങൾക്ക് എത്ര വേണം? 10,000 കൂടി വേണം. ആ 11,000. ആ 11,000 എന്താ ചെയ്യേണ്ടത്? 11,000 ക്യാഷിന് പർച്ചേസ് ചെയ്താൽ നടക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആ ബി വി എങ്ങനെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാമോ? അത് എത്ര പൈസ? എനിക്ക് 11,000 ബി വിൻ്റെ കുറവുണ്ട്. 11,000 ബി വിക്ക് ഞാൻ എത്ര സാധനം വാങ്ങണം നോക്കണമെങ്കിൽ കാൽക്കുലേറ്റർ എടുത്തിട്ട് നോക്കാം. എത്ര നിങ്ങൾക്ക് വേണ്ടി? ഇതിൽ അടിച്ചു നോക്കുക. അടിച്ചു നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. നമുക്ക് വേണ്ടത് 11,000 ആണ് ഇതിൽ കാണിക്കുന്നത്. 11,000 ആണ് നമുക്ക് വേണ്ടത്. 11,000 ബി വി വേണം. 11,000 ഹരിക്കണം 0.75 എന്ന് പറഞ്ഞാൽ 14,666 റുപ്യൻ്റെ കച്ചവടം നടക്കണം. 14,666 ബി വി കയറില്ല. അപ്പം എന്ത് ചെയ്യും? 14,000 എന്നുള്ള 15,000 പർച്ചേസ് നിങ്ങൾ ചെയ്യാം. 15,000 റുപ്യൻ്റെ പർച്ചേസ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? നിങ്ങൾ രണ്ടാമത്തെ ഈ റാങ്ക് കയറും. ഇത് സിൽവർ റാങ്ക് കയറും. ഇതെന്ത് ചെയ്യണം? ഈ മാസം ചെയ്യണം, നിർബന്ധം. ഈ മാസം ചെയ്ത് അതാ നമ്മൾ ബി വി ഇവിടെ എഴുതി വെച്ച് എന്തിനാ? നിങ്ങൾ നാളെ അടുത്ത മാസം വരുമ്പോൾ നിങ്ങൾ അന്ന് വന്ന് നമ്മൾ ബി വി ചെക്ക് ചെയ്യുമ്പോൾ ബി വി നോക്കുമ്പോൾ മൈനസും പ്ലസും കാണാമല്ലോ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും? ഈ 2 സിൽവർ എന്ന റാങ്കിൽ കയറുന്ന സമയത്ത് എന്ത് സംഭവിക്കും? രണ്ടാമത്തെ റാങ്ക് കയറി. ഇനി നിങ്ങളുടെ മുമ്പിൽ 12 റാങ്ക് ഉണ്ട്. അടുത്ത മാസം ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 15,000 നിന്റെ കയ്യിൽ 15,000 പ്രൊഡക്റ്റ് ഇല്ലല്ലോ. നമുക്കിനി 4 ആഴ്ച സമയമുണ്ട്. ഈ മാസത്തിന് പല ആളുകളും മനസ്സിലാക്കിയ മൈ ലൈഫിൻ്റെ മാസം എന്ന് പറയുന്നത് 1-ാം തീയതി 30-ാം തീയതി അല്ല, 4 വെള്ളിയാഴ്ച കൂടുമ്പോഴാണ് ഒരു മാസം കണക്കാക്കുക. ഇപ്പോൾ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഈ മാസം വരാൻ പോകുന്നത്. നിങ്ങൾ ഡാഷ്ബോർഡ് തുറന്നു നോക്കിയാൽ അവിടെ കാര്യം വീക്ക് നമ്പറും മന്ത് ഡേറ്റും കാണിക്കും. അത് മുതൽ അവസാനം വരെയുള്ള ആ സമയമാണ് മന്ത് ഡേറ്റും വീക്ക് ഡേറ്റും. അപ്പോൾ ഈ 15,000 റുപ്യൻ്റെ സാധനം 4 ആഴ്ച കൊണ്ട് വാങ്ങുമ്പോൾ ഒരാഴ്ചയിൽ എത്ര പൈസയുടെ സാധനം വാങ്ങണം? 3,000 റുപ്യൻ്റെ സാധനം വാങ്ങിയാൽ മതി. ഈ 3,000 റുപ്യൻ്റെ സാധനം വാങ്ങിയാൽ നിങ്ങൾ എന്താവും? ബ്രോൺസ് ആവും. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വന്ന ഒരാളെ വന്നിട്ട് ഒരു ഐ ഡി അടിച്ചിട്ട് ഓർക്ക് ബണ്ടിൽ ഇട്ടു. മെയിൻ ഐ ഡി 5,000 പർച്ചേസ്, ഓർക്ക് ബണ്ടിലും 15,000 പർച്ചേസ് ചെയ്താലോ നിങ്ങൾ ബ്രോൺസ് സിൽവർ റാങ്കിലായി. താഴെ വന്ന ഓൻ എന്ത് പറ്റി? ഓന് 450 ഓൻ്റെ അക്കൗണ്ട് കിട്ടി. ഓനോട് എന്താ പറയുക? മോനെ ബ്രോൺസ് ആണ്. അപ്പോൾ ഓൻ്റെ 5,000 പർച്ചേസ് ചെയ്യാൻ 3,750 ഓർക്ക് ബണ്ടിലും 3,750 ഓർക്ക് ബണ്ടിലും മെയിൻ ഐ ഡിയിൽ 3,750 ഇങ്ങനെ ഉണ്ടാകുക. അപ്പോൾ അടുത്ത മാസം നമ്മൾ എന്താ പറയുക? അടുത്ത മാസം മോനോട് നമ്മൾ പറയാൻ പോണത് ഈ കച്ചവടമാട്ടോ പറയാൻ പോണത്. നമ്മുടെ കൂടെ ഒരാൾ വന്ന് മോനെ ഐ ഡി എടുത്തോ, 3 ഐ ഡി എടുത്താൽ ഗുണമുണ്ട്. 3 ഐ ഡിയിൽ 15,000 റുപ്യയുടെ സാധനം വന്ന് പാൻ കാർഡും ആധാർ കാർഡും ആക്റ്റീവ് ആക്കിയാൽ മാറ്റില്ല. നമുക്ക് സാറിന് 15,000 റുപ്യൻ്റെ ആവശ്യം കിട്ടും. 15,000 റുപ്യ നിങ്ങൾ വീട്ടിലൊരു ഹോം മീറ്റിംഗ് വന്ന് ഒരാൾ വന്ന് ഓനോട് പറയാം 3 ഐ ഡി എടുക്കണം. 3 ഐ ഡിയിൽ 5,000 വെച്ച് ഐ ഡി ആക്റ്റീവ് ആയ സമയത്ത് നിങ്ങളുടെ റാങ്ക് എന്തായി? സിൽവറായി. അടുത്ത മാസം നമ്മൾ എങ്ങനെ റൂബി ആകാം? അടുത്ത മാസം റൂബി ആകാൻ ഓനോട് പറയാം ഇവിടെ 3,750 ബി വി ഉള്ളൂ, ഇവിടെ 3,750 ബി വി ഉള്ളൂ. ഇവനോട് നമ്മൾ എന്താ പറയാം? മോനെ ഈ മാസം നിർബന്ധമായിട്ടും ആദ്യത്തെ റാങ്ക് കയറണം ബ്രോൺസ്. അപ്പോൾ 7,500 ബി വി എവിടെ വേണോ? 7,500 ബി വി ഇവിടെയും വേണോ? 7,500 ബി വി ഇവിടെയും വേണം. അപ്പോൾ ഓനോട് പറയാം ഈ ബിസിനസ്സിന് ഓൻ്റെ കൂടെ നിന്ന് കൊടുക്കുക. കൂടെ നിന്ന് ഓൻ്റെ റാങ്ക് മാറ്റാൻ വേണ്ടിയിട്ട്
4 ആഴ്ച കൊണ്ട് 20,000 രൂപേൻ്റെ ബിസിനസ് കൂടെയും കയറിയാൽ എത്രയായി? നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് 2-20 10 വരുമ്പോൾ നിങ്ങൾക്ക് എത്രയായി? പിന്നെ നിങ്ങൾ സ്റ്റാറിലേക്ക് എത്ര വേണോ? 10 റുപ്യയുടെ സെയിലാണോ? ഇപ്പം കൊണ്ടോ ഓൻ പറയാം കുറച്ചും കൂടി ഞാൻ എടുക്കാം, അല്ല എനിക്ക് ഒരാളെ കാണാണ്ട് വന്ന ആൾ 5 റുപ്യൻ്റെ സാധനം പോരായുള്ള പ്രോഡക്റ്റ് നിങ്ങൾ വിറ്റ സാധനം റീപർച്ചേസ് ചെയ്യും. അപ്പം നിങ്ങൾ അടുത്ത റാങ്ക് കയറും. ഇങ്ങനെ കൂടെ വന്ന ആളുകളെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് കൊണ്ടുപോകാനായി പണി. അല്ലാതെ ഇത് സാറേ ഞാൻ 50 റുപ്യൻ്റെ സാധനം എടുത്തു, മാസം 50 റുപ്യ എടുക്കാനോ അടുത്ത മാസം 50 റുപ്യൻ്റെ സാധനം വേണ്ട. ഇത് നിങ്ങൾ ചെയ്യേണ്ട പണി തന്നാൽ കൃത്യമായിട്ട് പ്ലാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാ മാസവും കണക്കുണ്ടാക്കാം. ഈ മാസം ഞാൻ സ്റ്റാർ ആവും, അടുത്ത മാസം ഞാൻ റൂബി ആവും, അതിൻ്റെ അടുത്ത് ഈ പറഞ്ഞ സ്റ്റാർ, റൂബി, ബ്രോൺസ്, സിൽവർ ഇതൊന്നും ആവാൻ 1 മാസം കൊണ്ട് 2 സാധനം ഇതൊന്ന് 2 ദിവസം കൊണ്ടാണ് 2 റാങ്ക് പറയും. ബ്രോൺസ് സിൽവറും 2 ദിവസം കൊണ്ടാണ് പറയും. 1 ദിവസം കൊണ്ട് ആദ്യ ദിവസം ബ്രോൺസ് അന്ന് തന്നെ സിൽവർ. ഇത്രയും പണിയുള്ളൂ. ഞാൻ നിങ്ങൾക്കൊക്കെ പറയാനുള്ളത്, ഞാൻ നിങ്ങളോട് പൈസ മുടക്കണമെന്ന് പറയുന്നത് ഇതങ്ങനെ മുടക്കൊന്നുമില്ല. നമ്മൾ ഈ വീട്ടിൽ പൈസ വെച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളെ നോമിനി കൊടുക്കാനുള്ള അവസരമാണ്. ഞാൻ ചോദിച്ചു ഈ ബിസിനസ് എന്താ 50,000 മുടക്കിയാൽ? 50,000 മുടക്കിയാൽ എന്താ? നമ്മൾ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി നമ്മുടെ ഉമ്മയും ചിലവാക്കിയ പൈസ എത്ര ഉണ്ടെന്നോ? എന്നിട്ട് നമുക്ക് എന്താ കിട്ടിയത്? ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. ഇതുകൊണ്ട് നമുക്ക് എന്ത് വരുമാനം കിട്ടിയത്? നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കണം. നിങ്ങൾ ബിസിനസ്സായിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ബിസിനസ്സിൽ എന്തൊക്കെ വേണ്ടത് വെച്ചാൽ ലീഡറെ വെച്ച് പോയിട്ട് പല ആളുകളും ഈ ബിസിനസ് പറയുമ്പോൾ 15,000 20,000 ഒക്കെ മുറിയുന്നതിൻ്റെ പ്രശ്നം എന്താണോ? ഈ ബിസിനസ്സിൽ ആളുകൾ പൈസ മുടക്കാത്തതിൻ്റെ പ്രശ്നം എന്താ? ആദ്യം നമ്മൾ അവിടെ പോയി പ്ലാൻ പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അയാൾ പറയണം ഓക്കെ ഇത് സൂപ്പർ സാധനം, ഞാൻ ബിസിനസ് ചെയ്യാൻ റെഡിയാണ്, ഇത് അങ്ങനെയാണെങ്കിൽ സാധനം വാങ്ങണം. അവരെ പോയിട്ട് നമ്മളെ പറഞ്ഞിട്ടുണ്ട്. അവർ 15,000 എടുത്ത് 20,000 എടുത്ത് നല്ല കേട്ടോ പറയുന്നത്. ഈ ബിസിനസ് പല ആളുകൾ ഫാൾട്ടായി പോകുന്നതിന് വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ ലീഡേഴ്സാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഒരാളെ അടുത്ത് പോയി ബിസിനസ് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഈ ബിസിനസ് കംപ്ലീറ്റ് മനസ്സിലായി. ഓക്കെ ഇത് സൂപ്പർ ബിസിനസ്സാണ്, ഇത് ചെയ്യാൻ കാര്യമാണ്, ഫാമിലിയായി ചെയ്യാം. ഓക്കെ അപ്പോൾ ഓർഡർ ഫോമിൽ ലിസ്റ്റില്ല. ലിസ്റ്റിൽ എന്താ ചെയ്യേണ്ടത്? അവരോട് പറയും ലിസ്റ്റ് നമ്മളോട് വീട്ടിൽ ഹോമിൽ എത്ര പേജ് വേണം? 10 പേജ് വേണം. സോപ്പ് എത്ര വേണം? 10 എണ്ണം വേണം. ഹെയർ ഓയിൽ എത്ര വേണം? 10 എണ്ണം വേണം. അപ്പോൾ കവച് ബ്രഷ് എത്ര വേണം? അയാൾ വന്നാൽ 10 എണ്ണം എടുക്കരുത്. കവച് ബ്രഷ് അത്ര വേണ്ട. നമ്മൾ അങ്ങോട്ട് പറയണം കവച് ബ്രഷ് അത്ര വേണ്ട. കവച് ബ്രഷ് ഒരു 5 എണ്ണം മതി. അങ്ങനെയാണ് നമുക്ക് ഒരു 95 എത്ര എണ്ണം? 95 എണ്ണം 5 എണ്ണം വേണം. 2 എണ്ണം മതി. ഇങ്ങനെ കംപ്ലീറ്റ് എഴുതി അത് കൊടുത്താൽ ഈ ടോട്ടൽ ബില്ല് 1,00,000 മേലെ ഉണ്ടാവും. ഈ ബിസിനസ്സിൽ ആളുകൾ കൊണ്ടുവരുന്ന കാര്യമാണ് 1,00,000. അപ്പോൾ ഓര് പറയുന്ന 1,00,000 നമ്മൾ 15,000 പോയി ഇത് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ പറഞ്ഞ് ഓന് മനസ്സിലായി, ഓനിത് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മുടക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ബിസിനസ്സാണ്, ലോകത്ത് വരാൻ പോകുന്ന ഇൻഡസ്ട്രി, നോമിനേഷൻ ബസ് കിട്ടും, നിങ്ങളെ കൂടെ ഞാൻ നിൽക്കുക, ഇത് വിറ്റാൽ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ പറഞ്ഞ് 15,000 ഒരു 5,00,000 കൊടുക്കും. നമ്മൾ പറയാൻ അറിയാത്തതുകൊണ്ടാണ് മുടക്കാത്തത്. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ, കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം, ഓൻ പറയും. ഓൻ അപ്പം പറയാൻ ഓനെല്ലാം കൂടി കൂട്ടി 1,00,000 ഉറുപ്പിക ഓൻ പറയുന്നത് വെച്ചാൽ എൻ്റെ കയ്യിൽ 1,00,000 ഒന്നുമില്ല, വൈഫിൻ്റെ കയ്യിൽ ഒരു പവൻ്റെ പൊന്നുണ്ട്, അത് നമുക്ക് പണയം വെച്ചിട്ട് 10-50,000 രൂപ എടുക്കാനും 50,000 രൂപയ്ക്ക് സാധനം എടുത്തോനെ നിങ്ങളെ കൂടെ ഉണ്ടാവും. 50,000 രൂപയ്ക്ക് സാധനം എടുക്കാത്തവനെ 5,000 രൂപയ്ക്ക് സാധനം എടുത്തോനെ ഓൻ 5,000 രൂപേൻ്റെ പെട്ടി. ഇപ്പം പിന്നെ അമിത് സാർ പറയാണ് ഞാൻ എൻ്റെ സാധനം ഇവിടെ എടുത്ത് കിട്ടോ, അത് നിങ്ങൾ ആ പീടി വെച്ചോളിന്ന് അറിയും, ആ കടയിൽ വെച്ചോളിന്ന് അറിയും. എന്തൊക്കെ സൗകര്യമുള്ള പേ എടുക്കും. എന്നിട്ടോ അത് കൊണ്ടുവന്ന് അത് നമ്മളെ കട്ടിൻ്റെ ഉള്ളിലുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? അത് വേസ്റ്റ് ഒന്നെടുക്കുമ്പോഴത്തേക്കും ഹെയർ ഓയിൽ നിങ്ങൾ ആരോടും പറയില്ല. ഞാൻ സാറ് തുടങ്ങിയ ബിസിനസ്സിൽ 1,000 രൂപയാണ് സാറ് മുടക്കേണ്ടി. ഞാനും മുടക്കേണ്ടി 1,000 രൂപ. നമ്മൾ നേരത്തെ പരിചയക്കാരാ, വലിയ ബിസിനസ്സൊക്കെ 1,000 രൂപ മുടക്കി നേരത്തെ പരിചയക്കാർ. ഞാൻ 1,000 രൂപ മുടക്കി. നാളെ നമ്മൾ ബിസിനസ് എടുക്കുക, നിങ്ങൾ നാളെ തന്നെ വിളിക്കും. രോഗികൾക്കൊന്നും വിളിക്കൂല. മറ്റന്നാൾ വിളിക്കൂല. നമ്മളൊരാഴ്ച കഴിഞ്ഞ് വിളിക്കുമോ? ഇല്ല. എപ്പോഴെങ്കിലും വിളിക്കുക. അല്ലെങ്കിൽ നമ്മൾ 1,000 മുടക്കിയിട്ട് ചെറിയ പരിപാടി നിൽക്കാനും സ്ഥിതി നിൽക്കും. അല്ലേ ഈ മുടക്കിയതേ നിങ്ങൾ 1,00,000 മുടക്കുന്നത്, ഞാൻ 1,00,000 മുടക്കിയിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നാളെ രാവിലെ വിളിക്കുമോ? രാവിലെ ഉറപ്പായിട്ടും വിളിക്കും. എവിടേക്കാ പോകേണ്ടി, എങ്ങോട്ടാ പോകേണ്ടി, ഞാൻ എങ്ങോട്ടാ വരേണ്ടത്. വേറെ അവിടെ തടസ്സം ഇന്നൊരാൾ പറഞ്ഞു മുറിച്ചാതെ എനിക്ക് പൈസ ഇല്ല സമയമില്ല. അവരോട് എന്താ പറയാനുള്ള? അങ്ങനെ പറയുന്നേരം പറയുന്നത് എനിക്ക് പൈസ ഇല്ല സമയമില്ല. ഞാൻ പൈസ ഇല്ല. പക്ഷേ മൊബൈൽ എത്ര പൈസ ഉണ്ട്?
വന്ന് ഇങ്ങനെ പോവാണ്. അടുത്ത് ചുങ്കത്തറക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ബൈക്ക് വന്ന് ഈ സാധനം തെറിച്ച് വരുമ്പോൾ ഒരു കാറ് വണ്ടിമ കയറിപ്പോയി. കാറ് മൊബൈൽ പൊട്ടിപ്പോയി. മൊബൈലില്ല. നിങ്ങൾ നാളെ മൊബൈൽ വാങ്ങുന്നില്ലേ? നാളെ മൊബൈൽ വാങ്ങുമോ? പൈസ കിട്ടുമല്ലേ? പൈസ കിട്ടുമല്ലേ? അല്ല EMI ആണെങ്കിൽ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇനി വരാത്ത ഞാൻ എപ്പോഴും പറയുന്നൊരു കഥ എന്താ വെച്ചാൽ ഇത് ഞമ്മക്ക് വെടി കൊണ്ടില്ല തലക്ക്. എനിക്ക് വെടി കൊണ്ടാളാം. എന്തുകൊണ്ട് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയാം, എന്താ പൈസ ഇല്ലാത്ത നമ്മൾ കച്ചവടം ചെയ്യാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇവിടുത്തെ ഒരു രാജാവ്. ഞാൻ കുട്ടികൾ ഇവിടുത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാട്ടുരാജാവ്, വലിയ രാജാവാണ്. നിങ്ങൾ ഇവിടെ നാട്ടിലൊരാളാണ്. ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ നാളെ എൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. കൊട്ടാരത്തിൽ ഒരു ഹെയർ ഓയിൽ ഉണ്ടാകുന്ന കുട്ടികൾ. ഹെയർ ഓയിലിന് വില 1000 റുപ്യ കേട്ടോ. ഒരു ഹെയർ ഓയിലിന് വില 1000 റുപ്യ. ഇതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ മറ്റേ ഈ തൈലത്തിന് മണം, ഒരു ദുർഗന്ധം. ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. 1000 റുപ്യാണ് ഒരു തൈലത്തിന് വില. ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ നാളെ രാവിലെ 8 മണിയാകുമ്പോൾ എൻ്റെ കൊട്ടാരത്തിൽ വരണം എന്ന് പറഞ്ഞാൽ നിങ്ങളാട്ട് വരിക. നിങ്ങൾ വന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നു? ഇരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് 50,000 റുപ്യൻ്റെ മുതലുള്ള ഒരു 50 ഹെയർ ഓയിൽ തരും. ഈ ടൈം ഇൻറ്റു 50 ഹെയർ ഓയിൽ തരും. നിങ്ങൾക്ക് തരും. രാജാവ് പറയുന്നത് കേൾക്കണ്ടേ? അങ്ങനെ കൂട്ടിക്കോ. അങ്ങനെ 50 ഹെയർ ഓയിൽ നിങ്ങൾക്ക് തന്നു. 50 ഹെയർ ഓയിൽ തന്ന് ഇങ്ങനെ 8 മണിക്ക് തന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം, വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്ക് ഈ 50 ഹെയർ ഓയിൽ വീട്ടിലെ താഴെയാണ് എടുത്താളെന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? 50 ഹെയർ ഓയിൽ വെച്ച് നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വന്നില്ലെങ്കിൽ ഇതൊന്നും വിൽക്കാണ്ടത് വില ഒരു ഹെയർ ഓയിലിന് 1000 റുപ്യ വില ഉണ്ട്. നല്ല സ്മെല്ലൊന്നുമില്ല. നിങ്ങളെങ്ങനെ 50 ഹെയർ ഓയിലും വിറ്റ് 50,000 റുപ്യ ഇങ്ങോട്ട് കൊട്ടാരത്തിൽ കൊണ്ടുവന്നില്ല, നിങ്ങളുടെ ജീവൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലേ 5 മണിയൊന്നും ആണ്ട. ഒരു ഉച്ചക്ക് 2 മണിയാകുമ്പോൾ 50 ഹെയർ ഓയിൽ വിറ്റ് കൊട്ടാരത്തിൽ കൊണ്ടുവരും. എല്ലാ പ്രശ്നവും ജീവൻ പോകുന്ന പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ആളെ വിളിക്കാം? ഇപ്പം നിങ്ങൾ ആരെ വിളിച്ചു? പിന്നെ മഹബൂസാനെ വിളിച്ചു. നേരത്തെ പരിചയം ഇപ്പം മൈലേജിൽ എങ്ങനെ വിളിക്കുന്നത്? മഹബൂസാനെ എന്തൊക്കെ വിശേഷം? പിന്നെ നല്ല തന്നെ. നിങ്ങളുടെ പള്ളിയിൽ പള്ളിയിൽ ഞാൻ ചെറിയ തിരക്കില്ല. ആയിക്കോട്ടെ വെച്ചോളൂ. അതോ നിങ്ങൾ കൊട്ടാരത്തിലെ രാജാവിൻ്റെ ആളാണ് മഹബൂസാൻ. എങ്ങനെ മഹബൂസാൻ എന്തൊക്കെ വിശേഷം? എവിടെ പള്ളി എവിടാ? പള്ളി കുറച്ച് ദൂരത്ത് എവിടാ? അവിടെ പോവും. എന്നിട്ട് എന്താ പറയുക? മഹബൂസാന്റെ പിടിക്ക് 2 എണ്ണം പിടിക്കും, 2000 പിടിക്കും. ഇങ്ങനെ പറയുക. എന്താ പ്രശ്നം? കുറച്ചനെ വൈകുന്നേരം കളിക്കുന്ന ജീവൻ ഉണ്ടാവില്ല. ഈ പ്രശ്നം ആർക്കും ഇല്ല. പ്രശ്നം ഉണ്ടെങ്കിൽ ഉറങ്ങൂലെന്ന്. അപ്പൊ ഈ കടലുണ്ട്, വല്ലാതെ കടലുണ്ട്, തിടുക്കുണ്ട്, ഓല് ഇത് ചെയ്യാത്തതിന്റെ കാരണം എന്തോ ബന്ധം പറയാം. കാടുണ്ടെങ്കിൽ ഉറങ്ങൂല. സത്യം പറയാം, ഞാനൊക്കെ ഞാൻ എന്നെ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ അനുഭവിച്ചോളെ. ഇന്നെ ഈ സപ്പോർട്ട് എൻ്റെ ഭാര്യയും കൂടെ നിൽക്കുന്നത് പോരേന്ന് ഭർത്താവിന് ചീത്ത അറിയുന്ന ആർക്കൊക്കെ ഇഷ്ടപ്പെടുകയല്ലോ. അപ്പോൾ അവിടെ ആരെങ്കിലും വരുമ്പോൾ ഭാര്യ പറയും, ഒരാൾ നിങ്ങൾ ചീത്ത വരുന്നിട്ട് പൈസ കൊടുക്കണ്ടേ പറഞ്ഞത് ഓല മുന്നിൽ കുറവാക്കണേ. വലിയ അനുഭവം പറയുന്നത്. അപ്പം നിങ്ങൾ ഇപ്പൊ തന്നെ ഞാനിത് കൂടിയാ പോവാ, ഈ മജീക്കാവുന്നതല്ലേ കൂടിയാണ്. നിങ്ങൾ ചിന്തിച്ചു, ഞാൻ അങ്ങനെ അനുഭവിച്ചാണ്. നിങ്ങൾക്കൊന്നും മക്കൾ നന്നായി. ഇതെന്തിനാണ് ഞാൻ പറയുന്നത്? ഞാൻ ചെയ്ത കഷ്ടപ്പാട് എൻ്റെ മക്കൾ അനുഭവിക്കുന്ന ആർക്കെങ്കിലും ബോധമുണ്ടോ? നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ മക്കൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബോധ്യം എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതേ നിങ്ങൾക്ക് ഒരു കടവുമില്ല, നിങ്ങൾക്ക് ഒരു ബാധ്യതയില്ല. നമ്മളിങ്ങനെ ജീവിച്ച പൈസ കിട്ടുന്ന ആലോചിക്കുന്നു. ഒരു കടായി നോക്കണം. ഒരേ വന്ന് കോളർ പിടിക്കുമ്പേ ആ മാനം എന്ന് വല്ലാത്തൊരു മാനാണ്. അതൊക്കെ നഷ്ടപ്പെട്ടുണ്ട. ഇത് ലൈഫായിട്ട് ചെയ്യുന്നത്, ഉള്ളിൻ്റെ ചങ്കോട് ചെയ്യുന്നതിനാണ്. 2 ലക്ഷം കിട്ടിയാൽ പോരാ. എന്നെ കോളർ പിടിച്ചോൻ്റെ പോരിൽ ബാങ്ക് 1 കോടി രൂപ വണ്ടിയായിട്ട് പോകാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്. കോളർ പിടിച്ചോൻ്റെ പോരിൽ 1 കോടി രൂപ വണ്ടിയായിരിക്കും ഇന്ന് എൻ്റെ ട്രാൻസ്ഫറാണ്. അത് പോകാൻ വേണ്ടി ഞാൻ വൈകിട്ടുണ്ട്. എനിക്കിതൊന്നും നിങ്ങൾ എന്ത് പറഞ്ഞാൽ എനിക്ക് കേസില്ല. നിങ്ങളുടെ വൈകിട്ട് തട്ടിപ്പാണ് 1000 ആളുകൾ വന്ന് ബെല്ലിസാറാണ് നിർത്തിപ്പോയാൽ ഷായ് നിർത്തില്ല, അനീസാറാണ് നിർത്തിപ്പോയാൽ ഷായ് ചെയ്യും, മൊബൈൽ ഫോൺ നിർത്തിപ്പോയാൽ കമ്പനി കൂട്ടിയാൽ വേറെ ഒരാളുണ്ടെന്ന് നോക്കി വിറ്റിട്ട് പൈസ ഉണ്ടാക്കും. എനിക്ക് എൻ്റെ ലക്ഷ്യം ആ ബെൻസ് മാറ്റിച്ചിട്ട് കോളർ പിടിച്ചോണ്ട് ഒരു ദിവസം ഞാൻ വണ്ടി കയറ്റണം. അല്ലാണ്ട് വേറെ രക്ഷപ്പെടുന്നത് ഞമ്മക്ക് എന്താണ്? ഞമ്മക്കൊരു 15,000 കിട്ടിയാൽ മതി. ഇന്നത്തെ ആ ഉസ്താദ് പറഞ്ഞപ്പോൾ 30,000 കിട്ടുന്നത്, ട്രെയിനിങ്ങിന് ഒരു 15,000 കിട്ടുന്നു. അല്ലെങ്കിൽ അത് കഴിയുന്നില്ല. അന്ന് മൂപ്പരെന്തോ രക്ഷപ്പെടുത്താൻ ചെയ്ത് കൂടിയ ആളാണ്. അപ്പോൾ അയാൾക്ക് രക്ഷപ്പെടുന്നുണ്ട്. ഇത് ബിസിനസ്സാണ്. ബിസിനസ്സിൽ റിസ്ക് ഉണ്ട്. എൻ്റെ അവസ്ഥ അറിയോ? ഞാൻ വലിയൊരാളാണ്.
MA യൂസുഫ് അലി 1 ലക്ഷം ആളുണ്ട് പറയും, 1 ലക്ഷം തൊഴിലാളികൾ MA യൂസുഫ് അലിക്കുണ്ട്. MA യൂസുഫ് അലിൻ്റെ 1 ലക്ഷം ആരാ? അയാളെ തൊഴിലാളികളാണ്. 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. എൻ്റെ ടീമിൽ 22,000 ആളുണ്ട്. എൻ്റെ ഓർമ്മ 22,000 ആൾ എൻ്റെ വരുമാനം, എൻ്റെ പണിക്കാരൊന്നുമല്ല. 22 ആൾ എൻ്റെ ബിസിനസ്സുകാരാ. ഓന് 2,20,000 യൂസുഫ് അലിക്കേക്കാൾ മോളാണ് ഞാൻ. ഉറപ്പല്ലേ? യൂസുഫ് അലി ഞാൻ നിൽക്കുന്ന ലുലു 30,000 കിട്ടാൻ പറ്റുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ 30,000 കിട്ടാൻ അവര് അല്ല 2,20,000 കിട്ടാം. അങ്ങനെ ഓന് ഒരു 23,000 ആൾ 2,10,000 കിട്ടാൻ വിചാരിച്ചാലേ യൂസുഫ് അലിക്കേക്കാളേ മോള് കൃത്യ അവസരങ്ങൾ നോക്കല്. എല്ലാവർക്കും ചുറ്റും നിങ്ങൾക്കും എല്ലാവർക്കും 10 നമ്പർ 4 ആൾ 10 നമ്പർ കുറച്ച് മാറ്റിയാൽ ഞാൻ കുറച്ച് നേരത്തെ വന്നത് ഒരു കഥയില്ല. എന്നെക്കാളും നേരത്തെ വന്ന വഴി വന്ന ആളാണ് ഞാൻ. വന്ന് 5 കൊല്ലം കഴിഞ്ഞ് വന്നത് എന്നെക്കാളും മുമ്പ് നാഷണൽ ടീം ബോർഡിൽ കഴിഞ്ഞു. ഇത് ആരെയും പുസ്തകമല്ല. അതുകൊണ്ട് വെച്ചിട്ടാണ് എല്ലാ മാസവും ഞാൻ പറഞ്ഞു ഓരോ വർഷങ്ങൾ കൈ തന്നു കൂടെ നിന്ന് പോകും. ഒറ്റ വർഷം ഓരോ മാസവും റാങ്ക് മാറി ഒറ്റ വർഷം കൊണ്ട് STC ആകും. സ്റ്റേറ്റ് ടീം ബോർഡിൽ ഇവരെ തൊട്ട താഴത്തെ റാങ്കിൽ ഒറ്റ വർഷം കൊണ്ടാകും. കമ്പനി പറയുന്നത് 1 വർഷം കൊണ്ട് ITC ആണ് ആളുകൾ വരാൻ പോവുക. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ ITC ആയിട്ട് ഇനി CTC ആണ് ഞാനിങ്ങനെ നോക്കുക. ഞാൻ നേരത്തെ നോക്കി ഞാൻ RTC ആണ്, RTC MTC ആണ് ഇങ്ങനെ നോക്കിയാൽ നിൽക്കുമ്പോൾ എൻ്റെ മോൻ നോക്കിയിട്ട് പറയും ഇപ്പം ഡയമണ്ട് ആയിരിക്കാനാണ് ഓൻ്റെ ആവശ്യം. ഡയമണ്ട് ആല ഓൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ എന്തെങ്കിലും നോക്കിയത് ഡയമണ്ട് ആയാലും ഇപ്പുറത്ത് വേണം, ഇപ്പോഴും 10 കോടി ഓൻ്റെ ആഗ്രഹം. ഓൻ ഡയമണ്ടാണ് നിൽക്കുന്നത്. ഓൻ ഞങ്ങളെ താഴെ വന്ന ഓൻ ഡയമണ്ട് രക്ഷപ്പെട്ടൂലേ. ഇത് പറയും ഞങ്ങൾക്ക് ആരെയും കിട്ടില്ല, നിങ്ങൾ ആരെയും വിളിച്ച് കിട്ടാത്ത നിങ്ങളിത് ഒരു സാധനം നിങ്ങൾ കൊമ്പ് പൊടിച്ചാണ്. പല ആൾക്കും കൊമ്പ്. ഞാൻ പിന്നെ മഹബൂബ് പൈസയാണ്, പിന്നെ ഞാൻ മറ്റേ ഡിഗ്രി കഴിഞ്ഞ് MBA കഴിഞ്ഞ ആളാണ്, ഞാൻ ഡിഗ്രി ക്യൂനോട് അങ്ങനെ പറയുന്നത്. ആ കൊമ്പൊന്നും ഇവിടെ വേണ്ട. ആ കൊമ്പ് കൊണ്ട് ഒന്നും ഒരു ഗുണവും കിട്ടില്ല, നമ്മൾ നഷ്ടപോയുള്ളൂ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ബ്രോൺസ് ആണ്. ചെറിയ കുട്ടീനെ പോലെ മക്കളെ പല്ല് തേക്ക്, പിന്നെ നിങ്ങൾ മൂത്ത് വെച്ചിട്ടുണ്ട് ഇടണോ, അത് കഴിഞ്ഞിട്ട് ഷർട്ടിൻ്റെ ബട്ടൺ തല നേരാക്കിയിടണം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യം ചെയ്ത് അതൊരു മാസം ചെയ്യാം, അടുത്ത മാസം ഈ പണിയേ ചെയ്യുന്നു. വേറെ ഒരു പണിയും ഇവിടെ അല്ല. ചില ആളുകൾ ഈ കൂടുതൽ പഠിച്ചവനും ഞാനല്ല അങ്ങനെ ഞാനോടെ കേട്ടോ ഇങ്ങനെ ഒന്നും പഠിച്ചില്ല, ഇങ്ങനെ സാധാ ഒരാളെ കേട്ടോ ഇങ്ങനെയൊക്കെ തോന്നിപ്പോയാൽ ഇവിടുന്ന് എവിടേക്കില്ല. എന്തായാലും നമ്മളെ കൊണ്ടുപോകുന്ന ആളല്ലേ, ഓനെ നമ്മൾ അപ്ലൈ ഓൻ പറയുന്നത് കേട്ടോളൂ. ഓനെ നിങ്ങളെ നശിപ്പിക്കാൻ ഇവിടെ നമ്മളെപ്പം മനസ്സിലായി. ഓർഗ് 1 ഇവിടെ ഓർഗ് 1 ഇത് ഞാനാണ്. ഈ ഓർഗ് 1 ഒരാൾ വന്നു, ഓർഗ് 1 ഇവൻ വന്നു. ഇവർ പറയുന്നത് ഇവന് രക്ഷപ്പെട്ടാലേ ഇവൻ രക്ഷപ്പെടും, ഇവൻ രക്ഷപ്പെട്ടാലേ ഇവർ രക്ഷപ്പെടും. അപ്പോൾ ഇവന് രക്ഷപ്പെടണമെങ്കിൽ എന്തൊക്കെ അറിവുണ്ടോ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലെ അടിയിൽ ഞങ്ങൾ ഭയങ്കര എതിരാണ്. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ഏതെങ്കിലും രാഷ്ട്രീയം എന്തെങ്കിലും ഒരു പിന്നെ അങ്ങനെ കൂട്ടിക്കും, പിന്നെ നിങ്ങൾ ഏതോ രാഷ്ട്രീയ പാർട്ടിയിലാണ് നോക്കുന്നത്, ഞാൻ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി. ഞങ്ങൾ രാഷ്ട്രീയം ഭയങ്കര അടിപൊളിയൊക്കെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ മൈലേജിലാണ് കൂട്ടിക്കും, മൈലേജിലാണ് നിങ്ങൾ കൂട്ടിക്കും. ഇത് മൈലേജ്, ഇത് ഞാനാണ്, നിങ്ങൾ പിന്നെ BJP, നിങ്ങൾ BJP ആണ്, ഇത് കോൺഗ്രസ്, ഞാൻ CPM. നമ്മൾ നാട്ടിൽ കംപ്ലീറ്റ് അടിക്കാറാട്ടോ, കംപ്ലീറ്റ് അടിക്കാം. നിങ്ങൾ വന്നാൽ ഞാൻ രാഷ്ട്രീയത്തിലാണ് എന്ത് ചെയ്യും, നിങ്ങൾ എൻ്റെ അടുത്ത് വിജയിക്കാമെന്ന് ഞാൻ പറയും. നിങ്ങളുടെ നിൽക്ക് മറ്റൊന്ന് ഒളിച്ച് ഇങ്ങോട്ട് വാങ്ങുന്ന മോനെ കൊണ്ട് 4 കൂട്ടിക്കോളാം, ഉറപ്പല്ലേ? ഇവിടെ എന്ത് ചെയ്യുന്നു, നിങ്ങളെങ്ങനെ എൻ്റെ അടുത്ത് വന്നു, ഞാൻ എങ്ങനെയെങ്കിലും സേഫാക്കി മറ്റേ ആളെ ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നു. നിങ്ങൾ പോയാൽ എനിക്ക് നഷ്ടമാണ്, നിങ്ങൾ പോയാൽ എനിക്ക് നഷ്ടമാണ്. നിങ്ങളെ കല്യാണം വിളിക്കില്ല. നിങ്ങൾ ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, ഏത് മതം ആയിക്കോട്ടെ, നിങ്ങൾ രക്ഷപ്പെട്ടാലേ ഞാൻ രക്ഷപ്പെടുന്നത്. ഞാൻ ജീവൻ കൊടുത്ത് നിങ്ങൾ സംരക്ഷിക്കും. അത് ഇതിലേ നടക്കും, വേറെ ഒരു പരിപാടിയും നടക്കില്ല. ഇവിടെ കൂടെ വന്നോനെ കൂട്ടിയിട്ട് ഓനെ വരുമാനം ഉണ്ടാക്കി കൊടുത്താൽ ഇവിടെ രക്ഷപ്പെടും. ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റി എന്തെങ്കിലും സംവിധാനങ്ങൾ നാട്ടിൽ പറഞ്ഞതാണ്. കുറേ നെഗറ്റീവ് പറയുന്നത്, ഇതുപോലെ പോസിറ്റീവ് ഒരു കഥ പറഞ്ഞതാണ് ഇല്ല നാട്ടിൽ. അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളത്, ഒന്നും നോക്കാതെ ഓരോ മാസവും പ്ലാനിങ് ചെയ്തിട്ട് ഉൽപ്പന്നങ്ങൾ. എൻ്റെ ഇവിടെ എത്ര ആളുണ്ട് ഞാൻ ചോദിക്കുന്നത്, 50,000 രൂപയുടെ ഉൽപ്പന്നം എടുക്കാൻ പറ്റിയ ആരാണ്? എന്താ പൈസ ഇല്ലാത്ത കഥ പറയുന്നത്? നാളെ രാവിലെ കാലിന് മുട്ടുവേദന വന്ന് പൈസ ഉണ്ടാക്കുന്ന ഒരു കഥ പറയാം. ഞാൻ ആദ്യമൊക്കെ എനിക്ക് കാല്
പൈസ ഇല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കാലൊന്ന് എവിടെയെങ്കിലും പോയി ഒരു മുറിയൊക്കെ വരും. സത്യത്തിൽ കാണൂല, ബ്ലഡൊക്കെ പോയി ഇതാണ് നമ്മൾ പഠിച്ചത്. പൈസ കൊടുക്കേണ്ട ടെൻഷൻ ഇതൊന്നും കാണൂല. ഇപ്പം കാലം ചെറിയൊരു മുറിയാണോ പൈസ ഉള്ളത് മൂക്കിൽ പിടിക്കും. ഇതുപോലെയാണ് ഈ സംഭവം. ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ നമ്മളെ പ്രശ്നം നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, പൈസ ഉണ്ടാക്കാൻ പറ്റും. ഈ ബിസിനസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എനിക്ക് നിങ്ങളോട് പറയാം, 5000 രൂപേൻ്റെയും 10,000 രൂപേൻ്റെയൊക്കെ പ്രോഡക്റ്റ് എടുത്ത് നിങ്ങൾ വരികയാണെങ്കിൽ പുരയിൽ പള്ളിയിലേക്ക് കുടിക്കുകയും ചെയ്താൽ മതി. അതായത് 5000 രൂപേൻ്റെ എന്തിനാ ബിസിനസ്? എത്ര 10 പേസ്റ്റ് എടുക്കും. നമ്മൾ 10 മാസത്തേക്കാണ് പേസ്റ്റ് നമുക്ക് തിന്നാൻ ഒരു കവച ഇല്ല. 5000 രൂപ ഒരു കവച പ്രാവശ്യം നൈനിക്ക് എന്തായാലും ഒരാൾ വരും. നൈനിക്ക് 2900 ഒരു കവചം 800, 4000. പിന്നെ ഒരു പേസ്റ്റ് ഒരു സോപ്പും നമുക്ക് കുടിക്കാൻ തേക്കാൻ 5000 രൂപ. പിന്നെ എന്ത് ബിസിനസ്സാണ്? ബിസിനസ് ചെയ്യാൻ പണ്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ബിസിനസ് ഞാൻ ചങ്കോട് ചേർത്ത് പറയാനുള്ള സാധനം 50,000 രൂപ നിങ്ങൾ മുടക്കാനുണ്ടാവും. നിങ്ങൾ 1000 രൂപ മുടക്കി നിങ്ങൾ എന്നെ വിളിക്കരുത്, ഞങ്ങളെ കിട്ടൂലേ. ഞാൻ ബിസിനസ് ചെയ്യുന്നതാണ്. എൻ്റെ വീട്ടിൽ 1,90,000 രൂപേൻ്റെ പ്രോഡക്റ്റ് ഉണ്ട്. ഞാൻ 15,000 രൂപേൻ്റെ പ്രോഡക്റ്റ് എടുത്ത് വലിയ വീട്ടിൽ കൊണ്ടു കൊടുത്താളാം. ഇപ്പം ഇത് മനസ്സിലായപ്പോൾ പ്രോഡക്റ്റ് ചെയ്യാം. യൂറിക് ഫ്രഷിൻ്റെ ക്യാപ്സൂളില്ല, പ്രോട്ടീൻ പൗഡറില്ല, പിന്നെ അലോവേറിൻ്റെ ലോഷനില്ല, അങ്ങനെ കുറേ സാധനം ഇല്ല. എപ്പോഴും ഇത്ര പൈസ സാധനം വാങ്ങിച്ചു എല്ലാ സാധനങ്ങളും ഇല്ലയെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതെങ്ങനെ ബിസിനസ് ആകാം? ബിസിനസ് ചെയ്യാൻ ആവശ്യമുണ്ട്. എനിക്ക് പറയാനുള്ളത് നമുക്ക് ബിസിനസ് ആവശ്യമുണ്ട്. ഇത് ഞാൻ പറഞ്ഞ സത്യം വെറുതെ പറയുന്നതല്ല. നിങ്ങളെ മുന്നിൽ ഒരു കളവിരിക്കുക. ഞാൻ എൻ്റെ ജീവിതം വരച്ചാൽ പറയുന്നത്. ഈ ബിസിനസ് നിങ്ങൾ റെഡിയുണ്ട്. നിങ്ങൾ 50,000 രൂപ ബിസിനസ് മുടക്കി നല്ലൊരു ഡയറി വാങ്ങിയിട്ട് നല്ലൊരു ബാഗ് വാങ്ങിയിട്ട് നിങ്ങൾ പ്രൊഫഷണൽ ഡ്രസ് കോഡൊക്കെ മാറി നിങ്ങൾ ഇറങ്ങാൻ റെഡിയുണ്ടോ? ഒറ്റ കൊല്ലം ഞാൻ ആർട്ടിച്ചേക്കാം. ഒറ്റ കൊല്ലം അല്ലേ? നിങ്ങൾ കുറേ കാലം നിങ്ങൾ മൈലേക്ക് ഒരു ഭാരം എന്താ ചെയ്യേണ്ടത്? ഞാൻ എപ്പോഴും പറയുന്നത് ഒരേ വെയിറ്റിലൊരു സാധനം, ഒരു ചതുരക്കട്ട ഉണ്ടെങ്കിൽ വലിയ കട്ട, ഇതൊരു വലിയ ചതുരക്കട്ടാന്ന് കൂട്ടിക്കൊടുക്കും. ഈ ചതുരക്കട്ട നമ്മൾ ഒരാൾ തള്ളിയാൽ നീങ്ങൂല, പറ്റൂല. പക്ഷെ ഇതിന് ഷെയ്പ്പാക്കിയാലോ, ചെത്തിച്ച് റൗണ്ട് പോലെ ആക്കിയാലോ ഒന്നും വെറുതെ കത്തിക്കൊട്ടാൽ നിങ്ങൾ വീണ്ടും ഇത് തന്നെ ഇവിടെ ഇതൊരു ഷെയ്പ്പാക്കുന്ന പണിയുണ്ട്. ഡ്രസ് കോഡിൽ മാറണം, ആക്റ്റീവ് ഇങ്ങനെ 100 ആളെ നെഗറ്റീവ് ആക്കിയാലും ഞാനൊന്ന് പരിചാരക്കാണ്ട് പോരാടുന്നത്. എനിക്കറിയാം ബിസിനസ്, ഇതിൻ്റെ സ്കോപ്പ് അറിയാം. ഇത് ലോകത്ത് വരാൻ പോകുന്ന വലിയ ഇൻഡസ്ട്രിയാണ്. നിങ്ങളെത്തൊക്കെ മൊബൈൽ എടുത്ത് നോക്ക്. വരാൻ പോണ ലോകത്ത് പോണ ഇൻഡസ്ട്രി എന്താ നോക്ക്. ഇ കൊമേഴ്സും വെൽനസ്സുമാണ് ഇതിനടുത്ത സ്കോപ്പ്. ഇതിലല്ലേ നമ്മളുള്ളത്. പിന്നെ ഇതല്ലേ വളരാൻ പോകും. ഞാൻ പറയുന്നതല്ലേ പോൾസും ഗിൽസറും അമേരിക്ക വലിയ സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ പറഞ്ഞ് ഇനി വരാൻ പോണ ഇൻഡസ്ട്രി ഇതാണോലേ. പിന്നെ ഇതിനല്ലേ കൈവെക്കേണ്ടത്. ഇത് നെഗറ്റീവൊക്കെ ഉണ്ടാവും. അതായത് ബിൽ ഗേറ്റ്സ് കമ്പ്യൂട്ടർ തുടങ്ങിയ സമയത്ത് നാട്ടുകാർ കമ്പ്യൂട്ടറിനകത്ത് സമരം ചെയ്ത ആളാണ്. കമ്പ്യൂട്ടർ വന്നാൽ സമരം ചെയ്ത് പണി പോകും, തൊഴിൽ പോകുന്ന ആളുകൾ പോലും അന്ന് അയാൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഒന്ന് അയാൾ കോടീശ്വരനാകുമായിരുന്നോ? നെഗറ്റീവ് ഉണ്ടാവും, എല്ലാത്തിനും നെഗറ്റീവ് ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച ആളാണ്. എന്നോട് പറഞ്ഞ SLC കഴിഞ്ഞാൽ ടൈപ്പ് റൈറ്റിംഗ് സത്യത്തിൽ ഒരു മൊട്ട നോക്കിയാണ് വിചാരിച്ചിട്ട് അന്ന് പഠിക്കേണ്ടത് കമ്പ്യൂട്ടറായിരുന്നു. ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാൻ ഇനി നിങ്ങൾ പഠിക്കാൻ BComനും B.Edനും ഒന്നും അല്ല പഠിക്കാൻ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലോകത്തെ വലിയ വരാൻ പോണ വ്യവസായം. ഇതിൽ കൈവച്ച് പഠിച്ചാൽ നമ്മളെ 3 തലമുറ രക്ഷപ്പെട്ടു. 3 തലമുറ നമ്മൾ മാത്രം 3 തലമുറ. എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ മക്കൾ അതിലും വലിയ ഹാപ്പിയാണ്. പോലെ ഇങ്ങനെ കാറ് സെർച്ച് ചെയ്യുന്ന പണിയാണ്. ഏതാ പുതിയ കാറ്, പുതിയ കാറ് ഇപ്പോൾ അടുത്തതാ ഓർക്കറിയാൻ ഞാൻ വാങ്ങുന്നു. ഒരു ഇന്ന കട ഞാൻ ഇപ്പോൾ ഇപ്പോഴുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ പോകാൻ ആദ്യം ഞാൻ പോയി. ഞാൻ കടയിൽ പോകും ഒരാരെങ്കിലും വരും. ഇപ്പോൾ ഉപ്പ വരണം. ഉപ്പ എങ്ങനെ പോകണം? ഉപ്പ അങ്ങനെ വരുമ്പോൾ ബൈക്കാട്ട് എടുക്കില്ലേന്നാണ്. ഒരു ടീഷർട്ട് ഇട്ടിട്ട് ബൈക്കൊക്കെ ഇട്ട് ബൂട്ടിനെ പൊട്ടിച്ച് സ്കൂൾ വരണം. ഓനാൾക്ക് സ്റ്റാറാണ്. എൻ്റെ ബൈക്കോട് ഓനാൾ സ്റ്റാറാകുന്നത്. പൊട്ടിച്ച് വരുമ്പോൾ ഓന് കുറേ ആരാധകർ. ഉപ്പൻ്റെ ബൈക്കാണ്. പിന്നെ ഓൻ അടുത്തേര് പറയാം, അടുത്ത ടീച്ചർ ഉമ്മ വല്ല അടുത്ത നിങ്ങൾ കിയായിട്ടൊക്കെ വരും. കാറ് വെച്ചാൽ പോവാം. ആടെ സ്കൂളിൽ കൊണ്ടിട്ട് നിങ്ങൾ ഇപ്പം നിങ്ങൾ പറയുന്നത് വെച്ചാൽ ആടെ ലോക്കാക്കിയിട്ട് നിങ്ങൾ മീറ്റിംഗ് വെച്ചാൽ പുറത്തുനിന്ന് സ്റ്റാർട്ടാക്കണം. കാറ് പുറത്തുനിന്ന് സ്റ്റാർട്ടാക്കാൻ പറ്റും. പുറത്തുനിന്ന് സ്റ്റാർട്ടാക്കാൻ ഓടുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ടാകണ്ടേ. ഇതൊക്കെ കാണുമ്പോൾ പക്ഷേ ഇതൊന്നും കിട്ടിയില്ല. എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതൊക്കെ മക്കൾക്ക് കൊടുക്കണം. ഇത് കൊടുക്കാൻ പറ്റിയ സാധനം നമ്മളുണ്ട്. ഇതില്ലാതെ നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ നടക്കൂല. നിങ്ങൾ എന്ത് ജോലി ഞാൻ നിങ്ങളോട് നേരത്തെ ചോദിച്ചു 20,000 രൂപ ഒരു മാസം മാറ്റി വെക്കുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മളത് കെട്ടിപ്പിടിച്ച് കുത്തിക്കുന്നത്? നാളെ മദ്രസയിൽ പണിക്ക് പോകുന്നുണ്ട്. മദ്രസിൽ നിന്ന് പിന്നെ നമ്മൾ ജോലി ചെയ്ത് വരുമാനം വാങ്ങുന്നത് അമിത് ഉസ്താദ് ചെയ്യുന്ന മദ്രസ നമ്മൾ അങ്ങോട്ട് പോവുക. എന്നിട്ട് നമ്മൾ കിട്ടുമ്പോൾ 2,20,000 കിട്ടുമ്പോൾ 5 ഉസ്താദന്മാർക്ക് വരുമാനം അങ്ങോട്ട് കൊടുക്കുക. ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം. എന്താ അങ്ങനെ പറ്റൂലേ? അത് നല്ല കാര്യമല്ലേ? ഇത് ചെയ്യാൻ പറ്റുമോ?
ആരും ബുദ്ധിമുട്ടണ്ട, ഇത് വരിസംഖ്യ വാങ്ങണ്ട, ഞാൻ പറയും, ഞാൻ തരും, ഞാൻ പഠിപ്പിക്കുകയും ചെയ്യും. എന്താ അത് പറ്റിയത്? ഇതെന്താ ഇത് ഹറാമാനാ? ഇതാ നല്ലത്. ഇവിടെ പൈസ ഉണ്ടായിട്ടാണ് ആ ഉസ്താദുമാരെയും കൂട്ടിക്കൊണ്ടുവരിക, ഓരോ വരുമാനം ഉണ്ടാക്കുക, ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കുക, ആരോഗ്യവും സമ്പത്തും സമാധാനവും കൊടുക്കുന്ന സാധനമാണ്. അതുകൊണ്ട് എനിക്ക് ദീർഘിച്ച് നമ്മൾ അവസാനിച്ച സമയം കുറേ വൈകുന്നുണ്ട്, എല്ലാവരും പോകാൻ നേരെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന ആളുകളൊക്കെ ഈ മാസം ഇവിടെ എല്ലാവരെയും കണക്കിലേക്ക് ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കില്ല. ഞാൻ വെള്ളിസാറെ കൊടുക്കും ഇക്കണക്ക് ഞാൻ ചോദിക്കുന്നു, സാറേ നമ്മൾ അന്ന് പറഞ്ഞ വെറുതെ കുത്തിരുന്നു, നിങ്ങളുടെ സമയം പോരാട്ടോ, നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഈ മൊബൈൽ ഇത് പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു ചൊല്ലുണ്ട്, ഇത് പറഞ്ഞ ഈ വാച്ച് ക്ലോക്ക് പറഞ്ഞ ചൊല്ല്, എൻ്റെ കറക്കം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചുരുക്കം. സത്യം അത്. ഇങ്ങനെ കറങ്ങി തീരും, നമ്മളിങ്ങനെ ചിരിച്ച് തീരും. ഉറപ്പാണ്. എന്തുണ്ടാക്കി ഇപ്പോൾ ഒന്നും നിങ്ങളോട് ചോദിക്കില്ല. നാളെ മക്കൾ ചോദിക്കും, ഉപ്പ നല്ല ബിസിനസ് ഉണ്ടായിരുന്നു, ഉപ്പ വലിയ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു, ഉപ്പ നിങ്ങൾ ഉസ്താദായിപ്പോയി, ഞങ്ങൾക്കൊന്നും രക്ഷപ്പെടാണ്ടായിപ്പോയി, ഉറപ്പാണ് നിങ്ങളുടെ മക്കൾ ചോദിക്കും. അതിൻ്റെ മുമ്പ് ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കോണം. നിങ്ങൾ മദ്രസ പോകണ്ടാന്നും മതം പഠിപ്പിക്കേണ്ടാന്നും ഇതൊന്നും അല്ല ഇവിടെ. അതൊക്കെ ചെയ്യണം, അതൊക്കെ നന്മയാണ്. ഞാൻ പറഞ്ഞതാ, നമ്മൾ പൈസ ഉണ്ടാക്കുക, 10 ഉസ്താദുമാർക്ക് നമ്മളങ്ങോട്ട് പൈസ നന്നായി നല്ല സമയം. ഞാനിപ്പോൾ മദ്രസയിൽ ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ മോനക്ക് ഒരു ബുക്കിലായിട്ട്, മോക്കൊരു ബുക്കിലായിട്ട്, ചെറിയ മോളാണ്, മോക്ക് ബുക്കില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, പിന്നെ മോക്ക് തല്ല് കിട്ടിയത് ഞാൻ പറഞ്ഞു മോളെ ഇനി പോകണ്ടെന്ന്. അപ്പം അങ്ങനെ പറയൂ. ഞാൻ പറയും എന്താ വെച്ചാൽ ദുറൂസ് എന്ന് പറഞ്ഞൊരു ബുക്കില്ലല്ലോ, ബുക്കിൻ്റെ മൂത്തമ്മ മരിച്ചു പോയപ്പോൾ അവിടെ പോയപ്പോൾ കാണാതിരിക്കാം. അപ്പോൾ 2 ദിവസം തല്ലിട്ടി. മൂല്യാർ വിചാരിക്കുന്നത് ഇവിടെ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകണ്ടെന്ന്. അപ്പോൾ നമുക്ക് അതെന്താ പോകണ്ട, നമ്മൾ പുസ്തകം മേടിച്ച് പോകും, എനിക്ക് നേരം കിട്ടില്ല. അങ്ങനെ പോയിക്കോളെ പുസ്തകം മേടിച്ച് മൂല്യാർ പോയി. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മോളങ്ങളെ മദ്രസൊക്കെ പറഞ്ഞേക്കണം, പുറത്ത് നിർത്താൻ ഞാൻ പറഞ്ഞില്ല. പുറത്ത് നിർക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ പറഞ്ഞേക്കണം. ഞാനങ്ങനെ പറഞ്ഞു, നിങ്ങൾ പുറത്ത് നിർത്തുകയാണെങ്കിൽ ഒന്നെങ്കിൽ വീട്ടിൽ പറഞ്ഞു, അല്ലെങ്കിൽ മദ്രസയുടെ ഉള്ളിൽ കയറ്റി വെക്കണം. എന്താ വരാൻ? ഞാൻ പറഞ്ഞ ബുക്ക് കിട്ടിയില്ല, ബുക്കില്ലെങ്കിൽ തല്ലൂല. സത്യം പറഞ്ഞാൽ തല്ലൂല. ഇവിടെ ആ രീതിയിലേക്ക് ആളുകൾ മാറ്റില്ല. ഞാൻ അതുപോലെ എൻ്റെ മകൻ പറഞ്ഞ് വല്ലാതെ സ്ട്രൈക്ക് ചെയ്ത് ആ രീതിയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ നന്മയുള്ളവരായാൽ മതി. ഇതിൽ ഈ ബിസിനസ് വിജയിക്കണ നന്മ മാത്രമേ വേണ്ടൂ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ബിസിനസ്സിലേക്ക് ഒരാൾ വന്ന, ഒരു ലേഡി വന്ന കാര്യം എങ്ങനെയാണോ, ആ ലേഡീൻ്റെ അടുത്ത് പോയി ഞാൻ ഇഷ്ടംപോലെ ആൾ സംസാരിച്ചു, ബിസിനസ്സാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു മോഡിക്കൽ ഇതൊക്കെ ചെയ്തിട്ട് കുറേ പൈസ പോയ ആളാണ്. ഒരു പറയും അമ്പും വില്ലും നടക്കില്ല എന്നാണ്, ഒരു പറയും ഇത് നടക്കൂല എന്നാണ് പറയുന്നത്. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു പെണ്ണുങ്ങൾ ഇതിൽ കൂടിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അവരെ വീട്ടിൽ ചെറിയ വീട്, ദൂരെ പോലെ ഇവിടെ മീറ്റിംഗ് നടത്താൻ സാധിക്കും. അപ്പോൾ അവർ പറഞ്ഞു ഞാനെൻ്റെ മീറ്റിംഗ് ഇവിടെ വെച്ച് നടത്തട്ടെ എന്നാണ്. ഒരു കുഴപ്പമില്ല എന്നാണ്. അങ്ങനെ ആ വീട്ടിൽ വെച്ച് മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ഞാൻ പോയ സമയത്ത് മീറ്റിംഗ് വന്നിട്ട് ഇത് GTS തുടങ്ങുന്ന സമയത്ത് തുടങ്ങി കുറച്ച് സമയങ്ങളും നല്ല മഴ ഇങ്ങനെ കാറ് വന്ന് നല്ല മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ പോയതെന്ന് വെച്ചാൽ ഷൂ എടുത്ത് വെക്കാൻ, ഷൂവിൽ വെള്ളം കയറി പോകണമെന്ന് വെച്ചാൽ ആ ഷൂ എടുത്ത് നേരെ മേലെ പടിൻ്റെ മേലേക്ക് എത്തിച്ചു, ഒരു കൊലായിൻ്റെ തെണ്ടിൻ്റെ മേലേക്ക് വെച്ചു. ആടെ വേറൊരു ലെതറിൻ്റെ ചെരുപ്പം കണ്ടു, അതും എടുത്ത് ഞാൻ മേലേക്ക് എടുത്ത് വെച്ചു. അങ്ങനെ ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോയ സമയത്ത് ഈ പെണ്ണുങ്ങൾ എന്നെ വിളിക്കുന്നു, അത് സാറ് പോയോന്ന് ചോദിച്ചു. അല്ലെ മൈലൈഫിൽ എങ്ങനെ ഐഡിയ എടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തൊരു മനംമാറ്റം വന്നത്, പിന്നെ നിങ്ങളതൊന്നും പറഞ്ഞില്ല, മൈലൈഫിൽ ഐഡിയ നിങ്ങൾ ഓരോന്നും ചോദിച്ചാൽ അതല്ല സാറെന്നെ പറഞ്ഞാലേ. അപ്പോൾ ഞാൻ ചോദിച്ചു, പെണ്ണുങ്ങൾക്ക് എങ്ങനെ മനംമാറ്റുന്നു? ഈ പെണ്ണുങ്ങളെ നഞ്ഞു ചെരുപ്പ് ഞാൻ മേലോട്ട് എടുത്ത് വെച്ചതാണ് മൈലൈഫിൽ 15,000 പോയി കൂടി. ഏത് അപ്പോൾ ഒരു കാറൊക്കെ ആയി വന്ന് ഒരു സൂട്ടും കോട്ടൊക്കെ ഒന്ന് ചെങ്ങായി താഴെ ചെരുപ്പെടുത്ത് മുകളിൽ വെച്ചോ, നിങ്ങളുടെ ഉള്ളിൽ നന്മ ഉണ്ടായാൽ മാത്രം മതി. വേറെ ഒരു ഇത് മാത്രമേ വേണ്ടൂ. നിങ്ങൾ ഇതൊന്നും പഠിക്കില്ല, നല്ല കൂടെ വന്നു നല്ല പേഴ്സണാലിറ്റി നല്ല ലെവലിൽ പഠിച്ചെടുത്ത് വളർത്തിയാൽ മാത്രമേ വേണ്ടൂ. ഇതൊന്നും വേണം. അതുപോലെ ഞാനൊരു കഥയും കൂടി പറയാം. ഇവിടെ ഞാൻ ഒരു ദിവസം എൻ്റെ കൂടെ ഒരാൾ വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ തിരക്കിട്ട് ജുമാക്ക് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഹെൽമെറ്റ്, ഞാൻ എപ്പോഴും പറയുന്ന സാധനം, ഒരു നമ്മളെ സ്കൂട്ടറിൻ്റെ മേലെ ഒരു ക്ലിപ്പ് ഉണ്ടാവില്ല, അവിടെ ഇങ്ങനെ പുറത്തിട്ടിട്ട് നല്ല മഴ വരുന്നല്ലോ. അപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിൽ പഠിച്ചത് ഇത് നനഞ്ഞു വരും, പള്ളിയിൽ പോകുന്ന ആളെ ചിന്ത പഠിച്ചത് എൻ്റെ ഹെൽമെറ്റ് നനഞ്ഞു എന്ന് വിചാരിച്ചപ്പോൾ മിസ്റ്റേക്കിനുണ്ടാകാം. നല്ല മഴയുണ്ട്. അപ്പോൾ ഞാനെന്ത് ഓടിപ്പോകുന്ന വെച്ചാൽ വേഗം ഹെൽമെറ്റ് എടുത്ത് ആ സീറ്റിൻ്റെ മേലാണ് കമത്തി വെച്ച സമയത്ത് താഴെ മഴ ഒരു വേനലിൻ്റെ സമയം ഞാനൊരു നമ്പർ, ഒരു ചെറിയ പേപ്പർ മുറിച്ചെടുത്ത് ഒരു നമ്പർ വെറുതെ ഞാൻ ടിപ്പ് എടുത്തു, വെറുതെ എൻ്റെ നമ്പർ 98 95 26 37 പൂജ്യം ഈ ഹെൽമെറ്റിൻ്റെ ചോട്ട് വെച്ചാൽ പോയി. ഞാൻ പോയി നിസ്കാരം കഴിഞ്ഞ് അയാൾ 3 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇവിടെയാണ്, നിങ്ങളെന്താ ഞാൻ മാർക്കറ്റിങ്ങിലാണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞാൽ എപ്പോഴൊന്ന് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ബന്ധപ്പെട്ട് അങ്ങനെ അയാൾ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടാണ്. ഞാനിപ്പോൾ എന്താ ചെയ്തത്,
ഒരു ഹെൽമെറ്റ് നഞ്ഞോണന് വേണ്ടി ഇങ്ങനെ അമർത്തി. ഇതിപ്പോൾ എന്താ പണിയാ? നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു കരീം എന്ന് പറഞ്ഞാൽ കരീംക്ക ഇങ്ങനെ വന്നു. കരീംക്ക ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ തലക്കൽ ഇത് ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിൻ്റെ തലക്കൽ ഞാൻ ഈ തലക്കൽ കരീംക്ക അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നിറച്ചും കുട്ടികളാണ്, നിറച്ചും കുട്ടി. മൂപ്പര് വണ്ടി കയറ്റി ബസ് സ്റ്റോപ്പിൽ നഞ്ഞുടൻ വണ്ടിയാണ്. മൂപ്പര് ഷാമൂനുണ്ട്, കുറേ സാധനമൊക്കെ ഉണ്ട്. കസ് പിന്നെ ക്യാപ്സിക്കോ സാധനമൊക്കെ മൂപ്പര് സാൻഡ്വിച്ച് ഉണ്ടാക്കണം. അങ്ങനെ കുറേ കുത്തുന്ന സമയത്ത് കുട്ടികളൊക്കെ ബസ്സിൽ കയറിയപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ അടുത്തുനിന്ന് ഇവിടേക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങളെവിടെയാണ്? ഞാൻ നിങ്ങളെവിടെ പൂണൂരാണ്. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വന്ന് എന്താ ചെയ്യുന്നത്? ഞാനിങ്ങനെ പബ്സൊക്കെ ലൈനിൽ കൊടുക്കലാന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു സൈഡായിട്ട് എനിക്ക് എന്തോ ചെയ്യാൻ താല്പര്യമുണ്ടോ? സൈഡായിട്ടല്ല, ഫുള്ളായിട്ട് ചെയ്യാൻ താല്പര്യം നോക്കലാണ്. പിറ്റേന്ന് രാവിലെ എൻ്റെ പുരയിലാണ് നോക്കല്. ഇങ്ങനെ നാട്ടിൽ കുറേ ആളുകളുണ്ട്. എങ്ങനെ വിഷയത്തിൽ ഓൻ എന്നെ വിളിച്ചാലോ താങ്ക്സ് പറയാൻ വിളിച്ചാൽ അത് താങ്ക്സ് കേട്ടോ നിങ്ങൾ ഹെൽമെറ്റ് കമ്പ്യൂസ് നിങ്ങളാരെ പിന്നെ അത് ഞാനാന്ന് പറയാം. ഞാൻ ചോദിക്കുന്ന 5 ഒന്നിനോട് ഞാൻ വർത്തിച്ചാൽ അപ്പോൾ വിളിച്ചത് എനിക്ക് വരുമാനം അത്യാവശ്യമാണ്, ഓനെ കൂട്ടലിൻ്റെ ആവശ്യമാണല്ലോ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയും. എന്നിട്ട് ഞാൻ ഓനെ കൊണ്ടുപോകും. അപ്പോൾ ഓനെ മൊത്തം പോലും ഞമ്മളെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാനിങ്ങനെ ഈ വണ്ടി നോക്കുമ്പോൾ ഉറക്കം വരും. അത് ഞാൻ കണ്ടിരിക്കുന്ന തന്നെ പണ്ട് ഉറക്കം വരില്ലായിരുന്നു. ഇത് പൈസ കൊടുക്കാമെന്ന് അവനെ വിളിച്ചാൽ അവൻ്റെ തെറി കേട്ടാൽ പിന്നെ അങ്ങ് ഉറക്കം വരില്ല. അപ്പം ഞാൻ ആരെങ്കിലും പെണ്ണുങ്ങൾ ആരെങ്കിലും പ്രേമിക്കണം എന്നാൽ ചിലപ്പോൾ ഉറക്കമൊക്കെയാണ് പോകാൻ പറ്റും. അതിൽ ഞാൻ ബിസിനസ്സിൽ കുറേ ആയിരുന്നു. എനിക്ക് എല്ലാ ആയിരുന്നു രക്ഷപ്പെടാനാണ് വന്നത്. ഹിക്മത്തില്ലാതെ ഇതിൽ വിജയിക്കൂല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ പഴയ ആക്റ്റീവയിൽ എന്തുണ്ടായിരുന്നു? 2 ഹെൽമെറ്റ് ഇട്ടായിരുന്നു. എന്തിനാണ്? ഒരു ഹെൽമെറ്റ് തലയിലിടാനും മറ്റൊരു ഇങ്ങനെ വണ്ടി കൈമാറിച്ചാൽ വേഗം ഹെൽമെറ്റും ഇപ്പോൾ തലയിൽ കയറി വണ്ടിമേലെന്ന് പറയും. എന്നിട്ട് ഞാൻ മൂപ്പര് പോകണ വൈക്ക് മൂപ്പരിനോട് പറയും. ഞാൻ കച്ചേരി മുക്കിലെത്തുമ്പോൾ നിങ്ങളേട്ടാ പന്നൂർക്കാണ് എനിക്ക് പോലും പെട്ടോളിക്കാം. നിങ്ങളേട്ടാ അല്ല നരിക്കുലിക്കാണ് നിങ്ങളെങ്ങനെ നരി ഞാനില്ല പോകും വേണ്ട ഒരാൾക്കത്തുള്ളൂ. ഞാൻ പന്നൂർ കൂടെ മൂപ്പര് പോലെ എടുത്തോളൂ. പോകുന്ന സമയത്ത് ഈ ഹെയർ ഓയിൽ നിങ്ങൾ എടുത്തോളി, ഈ സോപ്പ് നിങ്ങൾ എടുത്തോളി, അയാൾ വേണ്ടാന്നറിയോ? അറിയൂല. ചെറിയ ഇന്നത്തെ കണ്ടു. പിന്നെ ഇത് മൂപ്പര് ഉപയോഗിച്ചാണ് പിന്നെ അതിൽ കുറേ സാധനങ്ങൾ കിട്ടും. എന്നിട്ട് നല്ല മൂപ്പർ അവിടെ ലീഡറാക്കുന്നത് ഇത്രേ പണിയുള്ളൂ. ഇത് വേറെ വലിയ പണി നമ്മളിങ്ങനെ വിചാരിക്കുന്നത്. ഇതെന്താണ് നമ്മൾ രാത്രി നിങ്ങൾ നന്നായി നമ്മൾ പേശ് കൊണ്ട് പല്ലേക്ക് ചിരിച്ചു നോക്കി പേശ് ഇഷ്ടം പോലെ പോകും. പിന്നെ നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ചാമ്പിത്ത ഞാൻ പറയാത്തൊരു കാര്യം ചാമ്പിത്തൈ രാജാവ് കൊടുത്ത 2019 ഞാൻ ചാമ്പിത്തൈലം കൊടുത്തു. ഞാൻ നാളെ ഒരു സ്ഥലം വീട്ടിൽ പോയപ്പോൾ ചാമ്പിത്തൈലം ഇത്ര ചാമ്പിത്തൈലുണ്ട്. എത്ര കൊടുത്ത്? 2019 ചാമ്പിത്തൈലം കൊടുത്തത്. പക്ഷെ ചാമ്പിത്തൈലം എന്നിട്ടും കാലോരിയ മൂപ്പരുത്. മൂപ്പരെന്താ ചെയ്യുന്നത്? എപ്പോഴെങ്കിലും ഒന്ന് കാലിന് വേദന ഒന്ന് തേക്കും, ഒന്ന് കൈക്കൊരു കടിച്ച് വരുമ്പോൾ തേക്കും. ഞാൻ എന്ത് ചെയ്തു? ഞാൻ മൂപ്പരോട് ചാമ്പിത്തൈലേ വേദന തേക്കുന്നല്ല കേട്ടോ, അത് മസാജിങ് ഓയിലാണ്. പിന്നെ അത് മുഖത്ത് മസാജ് ചെയ്യുന്ന നല്ല ഗ്ലൈസിങ് ഓയിൽ, രക്തോട്ടം വരും, കളർ കറക്റ്റാവും, എല്ലാം ചെയ്യുന്നതാകുമ്പോൾ ചാമ്പിത്തൈലം ഞാൻ ആട് പോകുന്ന 3-ാം ദിവസം ചാമ്പിത്തൈലോട് മാറുന്നതാണ്. ചാമ്പിത്തൈലം മുഖത്ത് തേക്കുന്ന മസാജിങ് ഓയിലാണ്. മൂപ്പര് സ്ഥിരം ചാമ്പിത്തൈല. ഇപ്പം മാസം ഓരോ ചാമ്പിത്തൈലം കൊടുക്കും. ഞാൻ ഇക്കുമത്ത് മാറ്റി മറ്റേ 3 കൊല്ലമായിട്ട് ചാമ്പിത്തൈലം കൊടുത്ത് പോയില്ല. അപ്പോൾ ഓരോ മാസവും ചാമ്പിത്തൈലം വാങ്ങി. ഒരാൾക്ക് ഊണ്ടീലിങ് കൊടുത്തു. ഒരു പെണ്ണ് ഊണ്ടീലിങ്ങിനെ പെട്ടി ചടഞ്ഞ് ചുരുങ്ങിയിട്ട് എക്സ്പയർ ആക്കി. 30 കൈ കൊള്ളുമ്പോൾ ഒന്ന് തേക്കും, കൈയൊന്ന് മുറിഞ്ഞാൽ തേക്കും, എന്നിട്ട് തിരികെ തീർന്നു. ഞാൻ എന്തിനുള്ള പിന്നെ ചാമ്പിത്തൈൽ അല്ല ഊണ്ടിയിൽ മുറിക്ക് പൊള്ളലൊന്നുമില്ല. അതിൽ പൊങ്ങും മരമഞ്ചലും അടിപൊളി സാധനം. നിങ്ങൾ മുഖത്ത് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കിടന്നുറങ്ങിയിട്ട് രാവിലെ പൊരിച്ച ഫേസ് വാഷ് ഇട്ട് നോക്കി. നമ്മുടെ ഫെയർനെസ് മിക്കൻ്റെക്കാട്ടൊരു അടിപൊളി സാധനമാണ്. ഇത് പറഞ്ഞ് എക്സ്പയർ ആയ സാധനം 3 ദിവസം കൊണ്ട് തീർന്നു. അപ്പം 4ാമത്തെ ഊണ്ടിയിൽ താത്ത വാങ്ങിച്ചു. നമ്മൾ എന്തിനാണ് മെനക്കെടുന്നത്? ഊണ്ടിയിൽ ഒരു 3 കൊല്ലമായിട്ട് തീരാത്ത ഊണ്ടിയിൽ 3 ദിവസം കൊണ്ട് 3 മാസം കൊണ്ട് 3 വേറെ വാങ്ങിച്ചു. നമ്മുടെ ചാമ്പിത്തൈലോ മുട്ടുകാരൊക്കെ മോൻ്റെ പോലെ ഒരു 10 കൊല്ലം ഉണ്ടാവും.
ചാമിത്തരം ഓനെപ്പോൾ തേച്ച് പോകുന്ന നല്ല ഗ്ലൈസിങ് ഉണ്ട്, നിറം വെച്ച് നല്ല രക്തോട്ടം ഉണ്ടാക്കി ഓന് കുറേ ചാമിത്തരം കൊടുക്കും. ഇത് ചെയ്യണ പണി നമ്മൾ കൊണ്ടിനും കൊടുത്താൽ അത് ഒരു കൊല്ലത്തേക്ക് ഒരു കൂടി. ഇത് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ വാങ്ങുമ്പോൾ അല്ല, എല്ലാ വീട്ടിലും കൊണ്ടിനും കൊടുക്കണം. ഞാൻ ടെക്നിക്കൊക്കെ ഉപയോഗിക്കും, എല്ലാം ഉപയോഗിക്കും. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ വീട്ടിൽ ഒരാൾ പെങ്ങളെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ വന്നില്ല, നിങ്ങൾ കുടുങ്ങിന്ന് ഉറപ്പാക്കുന്നു. കുടുങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് നെറ്റ്വർക്ക് അങ്ങനെ പിന്നെ നിങ്ങൾ കുടുങ്ങി. പിന്നെ ഞങ്ങൾ ചെയ്യും, നിങ്ങളെ വീട്ടിൽ ആടെ നോക്കി പ്ലാവ് മുറിക്കാനുണ്ടോ, തേക്ക് മുറിക്കാനുണ്ടോ നോക്കും, പശു ഉണ്ടോ നോക്കും, ഇത് മരങ്ങളുണ്ടോ നോക്കും. മരം എന്താണെന്ന് വെച്ചാൽ നമ്പർ മരം വെക്കുന്ന ചോദിക്കാൻ പറ്റില്ല. അതായത് പശു ഉണ്ടോ എന്ന് വെച്ചാൽ പശുവിനെ വെക്കുന്ന വെച്ച് പിന്നെ വിളിക്കണം. പിന്നെ അവിടെ മക്കളെ കെട്ടിക്കാൻ ഇങ്ങനെ ഓരോ ചോദിക്കും, എന്തെങ്കിലും ചോദിച്ചു പിന്നെ വിളിച്ചിട്ട് അയാളെ കൊണ്ട് സാധനം ഈ മൈലേജ് പൊട്ടിക്കും. ഇതൊക്കെ ഒരു ഹിക്മത്താണ്. ഈ ബിസിനസ് രക്ഷപ്പെടേണ്ട എങ്ങനെ ചെറിയ ഹിക്മത്തൊന്നും ഇല്ലാതെ നടക്കൂല. നിങ്ങൾ മൈലേജ് ഐഡിയസ് വാങ്ങി ഓരോ ചൂഞ്ഞ് നിങ്ങൾക്ക് വേണ്ടത് ഒന്നും വേണ്ട. നിങ്ങൾ വെറുതെ ഞാനൊരാൾ അത് ഞാൻ അവസാനമായിട്ട് പറയുന്നത്, ഒരാൾ മൈലേജിൽ വന്നതിനാൽ മൈലേജിൽ വന്നിട്ടുണ്ട് കുറച്ച് കായലാണ്. ഞാൻ ഒരു പോലും തന്നെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എന്താ സംഭവിച്ചാൽ ആൾ പിന്നെ നടന്നിങ്ങനെ പോകണം. അപ്പം എൻ്റെ കൈ വണ്ടിക്ക് സാധാരണല്ലോ, ഞാൻ രാത്രി ഏകദേശം 9 മണി സമയം കൈ കാണിച്ചു ഞാൻ നിർത്തി. ആളിൻ്റെ വണ്ടിൻ്റെ ബാക്കിൽ കയറി. അപ്പോൾ എന്നോട് വിശേഷിക്കും എന്തൊക്കെ വിശേഷം, എവിടെയാണ്? ഞാൻ പറഞ്ഞ മാർക്കറ്റിംഗ്. ഞാൻ നിങ്ങളെവിടെയാണ്? ഞാൻ കട്ടിപ്പാറാണ്. അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോയ സമയത്ത് പിന്നെ എങ്ങനെ ബസ് ഓട്ടോയിലാണ് ജോലി, പിന്നെ ബസ് കിട്ടി, അങ്ങനെ ആയിപ്പോയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു ആയിക്കോട്ടെ ശരി എന്നൊക്കെ പറഞ്ഞു. ഇപ്പം എല്ലാം പറഞ്ഞ് ഓക്കെ നമ്മൾ കാണാം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ തിരിയുന്ന സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞു എൻ്റെ വീട് കുറച്ച് ഇങ്ങനെ എടുത്തോട്ട് പോയാൽ മതി. കുഴപ്പം സന്തോഷം, ഞാൻ ഇവിടെ ഇറങ്ങിക്കണം. മൂപ്പര് അവിടെ ഇറങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ 2 കാര്യത്തിലുണ്ട്. പക്ഷേ അയാളങ്ങനെ വെറുതെ വിട്ടാലും പറ്റൂല. ഇത് വെറുതെ വിട്ടാൽ നടന്ന് കട്ടി ആ മൈലൈഫിൽ ഐഡിയ അടിക്കണ്ടു. അത് മാത്രമല്ല, ഈ നട്ടപ്പാലക്കാർ ബസ്സിൻ്റെ കൂടെ പോകേണ്ടതെന്ന് ഒരു തോന്നൽ തോന്നി. ഞാൻ വേഗം പോയി തിരിച്ചു. വണ്ടി തിരിച്ച് ഞാൻ താഴോട്ട് ഇങ്ങനെ പോകുമ്പോൾ മുമ്പ് നടന്ന് കുറച്ച് അങ്ങനെ എത്തിയപ്പോൾ മൂപ്പരിൻ്റെ വണ്ടി കൈ അടിച്ചു. ഞാൻ പറഞ്ഞു നിർത്തി. അപ്പോൾ മൂപ്പരിൻ്റെ വെച്ച് നിങ്ങൾ എവിടെ? ഞാൻ പറഞ്ഞു നേരത്തെ കയറ്റിയ ആളെന്നെ. നേരത്തെ കയറിയ ആളെന്നെ. അതെന്താ നിങ്ങൾ പോകുന്നത്? വേണ്ട. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ആടെ എത്തിയില്ല, നിങ്ങൾ രാത്രി എപ്പോഴെത്താണ്? അങ്ങനെ മൂപ്പര ഓരോ പോയിട്ട് അന്നേക്ക് മൂപ്പര ഓറഞ്ച് ജ്യൂസ് വന്നു. രാത്രി ഓറഞ്ച് ജ്യൂസ് വന്ന് കുറച്ച് നിങ്ങൾ അങ്ങനെ പോകുന്നത് എന്തൊക്കെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ വെച്ച് മൂപ്പര് അന്ന് രാവിലെ വിളിച്ചില്ല, അന്ന് വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് അല്ല നിങ്ങൾ അന്ന് പറഞ്ഞ ഒരു ഹെയർ ഓയിലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ അത് നാളെ കൊണ്ടുതരും. ഒരു ഹെയർ ഓയിലും ഒരു പിന്നെ ആൻറ്റിയുടെ ഉണ്ടപ്പോൾ ഷാമ്പു കിട്ടി ഞാൻ വണ്ടികൾ അടക്കി കൊടുത്തിട്ടാണ്. ഇപ്പോഴും 95,000. ഇതിനിപ്പോൾ എന്ത് പണിയാണ്ടത്? ഈ കാര്യങ്ങളെ ഇത് ചെയ്യേണ്ടു, വേറൊരു കാര്യമില്ല. ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വലിയ ലീഡർമാരാണ്. അങ്ങനെ ആ ടീമിനോട് പഠിപ്പിച്ചു കൊടുത്ത് നമുക്ക് വലിയ ലെവലിലേക്ക് മാറാൻ പറ്റും. എനിക്ക് വളരെ പ്രധാനമായിട്ട് പറയുന്നത്, നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് ഓരോ റാങ്കാണ്. ഒന്നെങ്കിൽ ബ്രോൺസ് ആണല്ലേ, സിൽവർ ആണല്ലേ പറ്റും. ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല. ആദ്യത്തെ റാങ്ക് ബ്രോൺസ് ആകുന്ന ലെവലിലേക്കുള്ള പർച്ചേസ് 35,000 പർച്ചേസ് ചെയ്ത ബ്രോൺസ് ആവും. ഇനി അതല്ല, നിങ്ങൾ 50,000 പർച്ചേസ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വലിയ പ്രോഗ്രാം ഉണ്ട് ഇവിടെ താമരശ്ശേരി, നമ്മളെ നോളജ് സിറ്റി വെച്ചു. വെല്ലി സാർ ഇന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു പരിപാടി നടത്തിയില്ല. ഞങ്ങൾ കുറേ വലിയ പരിപാടിയുണ്ട്. ആ പരിപാടി വെല്ലി സാർ നടത്തുന്ന ആ പരിപാടിയിലേക്ക് 50,000 രൂപേൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ നിങ്ങൾക്ക് അവിടുത്തെ ടിക്കറ്റ് ഫ്രീ തരും. എന്തിനാണ്? നിങ്ങൾ വിജയിക്കാനാണ്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു 50,000 മുടക്ക് നഷ്ടപ്പെട്ടു പോരാ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം. നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കുക. ഇവിടെ ആരും പറയുന്നത് ഉറപ്പല്ല കേട്ടോ, ഞാൻ പറയുന്ന ഉറപ്പാണ്. നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കുക. നിങ്ങൾ ഒരു 50,000 രൂപയ്ക്ക് സാധനം എടുക്കുക, നമ്മുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടക്കുക, നമ്മൾ ഡയറി വാങ്ങുക, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, ഒരു 10-15 ആളുകളെ നമ്മളിത് കേൾപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഹോം മീറ്റിംഗ് നടത്തുക, നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നമ്മളൊരു 6 മാസം കഴിഞ്ഞ് നിങ്ങൾ പറയാണ് നിങ്ങളെ പറഞ്ഞ 50,000 പ്രോഡക്റ്റ് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ വീടിന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് എൻ്റെ നമ്പറിൽ കൊടുത്തിട്ട് പൈസയും ഞാൻ കൊടുക്കും, ഓട്ടോറിക്ഷ ഞാൻ കൊടുക്കും, ഓട്ടോൻ്റെ ചാർജും കൊടുക്കും, 50,000 ഞാൻ കൊടുക്കും. ഇതിനപ്പുറം നിങ്ങൾക്ക് തരാൻ പറ്റില്ല. പറയുന്നത് കൃത്യമായിട്ട് കേൾക്കണം. നിങ്ങൾ 50,000 സാധനം മേടിച്ച് വീട്ടിനെ കട്ടിന് കൊട്ടിച്ച് വെച്ചിട്ടുള്ള കഥ അല്ല കേട്ടോ പറയുന്നത്. കൂടെ നിൽക്കും, കൂടെ സാധനം വെക്കാൻ സഹായിച്ചു. ഹോം മീറ്റിംഗ് നടക്കണം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് നടക്കണം, ലീഡേഴ്സ് മീറ്റിംഗ് നടത്തണം, ലിസ്റ്റ് ഉണ്ടാക്കണം, നമുക്ക് കൊടുക്കാൻ പറ്റിയ ആളുകളെ കൊടുത്തിട്ട് 6 മാസം കൊണ്ട് നിങ്ങൾ പ്രൊഡക്റ്റ് പോയില്ലെങ്കിൽ ഷായ വിളിച്ചോളൂ. നിങ്ങൾ വരെയും വിളിക്കേണ്ട, വരെയും വിളിക്കണം, എന്നെ മാത്രം വിളിച്ചു. ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ കൂടുതൽ പറയാനില്ല. അവസാനം പറയാൻ, ഇത് രക്ഷപ്പെടാൻ പറ്റിയിട്ടാണ് നിങ്ങളെ സമയം ഇവിടെ നിങ്ങൾ മാറ്റി വെച്ചത്. രക്ഷപ്പെടാൻ വേണ്ടി മാത്രം. രക്ഷപ്പെടുന്നത് ഉറപ്പാണ്. രക്ഷപ്പെടുന്നത് കൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയത്, ഉറപ്പാണ്. മൈ ലൈഫിൽ കേൾക്കാനും
നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായി നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റിയ ആളായിരുന്നു. കേട്ടതുകൊണ്ട് ആരും രക്ഷപ്പെടില്ല. നിങ്ങളിതിൽ പിടിച്ചു നിൽക്കുന്നുണ്ടോ? നിങ്ങളെ ദൈവം കണക്കാക്കി രക്ഷപ്പെടാൻ മതി. പക്ഷേ നിങ്ങൾ കുതറി മാറി തട്ടി മാറ്റി പോകുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളിതിൽ കയറിക്കും. പക്ഷെ നല്ലൊരു അവസരം കിട്ടിയിരുന്നു. ഏത് ഉസ്താദ് കൊണ്ടുവന്ന ഒരാൾ ഇവിടെ വന്ന് പോയില്ലേ, അയാൾ എപ്പോഴും കയറിയിരുന്നു. പക്ഷേ ആ അയിരി നിലനിർത്തി കൂടിയിരുന്നെങ്കിൽ എന്തായാലും ഇവരൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. അല്ല കുറേ ആളുകളുണ്ട് ആവുമായിരുന്നു. അയാളൊന്നും ഒന്നുമല്ല, ഇന്ന് ആർട്ടിസ്റ്റ് റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിലാണ് അമീർ സാഹിബ്. അപ്പോൾ ഞാൻ അത്രേ പറഞ്ഞു, മനസ്സിലായിട്ടെങ്കിൽ ഞാൻ 50,000 എടുക്കാൻ പറ്റുന്നില്ല സാധിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര പ്രോഡക്റ്റ് ഉണ്ട്? 50 രൂപ സാധനം, 15 റുപ്യൻ്റെ 15 റുപ്യൻ്റെ സാധനം. 15 റുപ്യൻ്റെ സാധനമാണെങ്കിൽ 35 റുപ്യൻ്റെ സാധനം വരും. 35 റുപ്യൻ്റെ സാധനം ഉണ്ടെങ്കിൽ എന്താണോ മോർണിംഗ് ആദ്യം കിടക്കുക. അതെ, ആദ്യം രാവിലെ അമീദുസ്ഥാനെ രാവിലെ വിളിച്ചു. ശരി. പിന്നെ വൺ ഡേ ട്രെയിനിൽ കോഴിക്കോട് നിന്ന ഉമർ ഉസ്താദ് എന്റെ പേര് എനിക്ക് വിളിച്ചു. നമ്മൾക്ക് മുതൽ ഇത് ഒരു മുതൽ കൊടുക്കൂല. നോളജിന്റെ പരിപാടി ഉണ്ടോ? എന്റെ പേര് എനിക്ക് വിളിച്ചു. പറയൂ ഏതോ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ 2000 ആളുകളെ മുമ്പിൽ വലിയ LED വാളിൻ്റെ മുകളിൽ വലിയ ക്രൗഡിൻ്റെ മുമ്പിൽ വലിയ ബിസിനസ്സുകാരുടെ മുമ്പിൽ അവിടുത്തെ ക്രൗഡും നിങ്ങളെ ഈ ഒരു 50,000 പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ആ പോസ്റ്റർ LED വാളിൻ്റെ മുകളിൽ കയറ്റി അത് വെറുതെ ഒന്ന് സ്റ്റാറ്റസ് വെച്ചാൽ മാത്രം മതി. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഓരോരുത്തർ റാങ്ക് മാറും. ഇപ്പോൾ മെഹബൂബ് ഉസ്താദ് റാങ്ക് മാറും, പിന്നെ അമീദ് ഉസ്താദ് പെർഫോമൻസ് ബോണസ്. അങ്ങനെ നമ്മുടെ ടീമിൽ ചെറിയ ചെറിയ വരുമാനം കൂടി വരുമ്പോൾ വരുമാനം കിട്ടിയ ഇതിപ്പോൾ എന്താണ് ഇപ്പം അപ്ലൈൻ്റെ ബിസിനസ്സാണ്. നമുക്ക് വരുമാനം ഇത് ലീഡർക്കെന്തോ വരുമാനം കിട്ടാനുള്ള പരിപാടിയല്ലേ. നമുക്ക് വരുമാനം കിട്ടിയാലേ നമ്മുടെ ബിസിനസ്സാവും. ഇതിപ്പോൾ അപ്ലൈൻ്റെ ബിസിനസ്സാണ്, അല്ല അവനവൻ്റെ ബിസിനസ്സാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ, നമ്മളൊക്കെ കഴിവുള്ള ആളുകൾ എല്ലാവർക്കും, ആർക്കും കഴിവില്ല, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിർത്താതെ കണ്ടിന്യൂ ഒരു പ്രോസസ്സായിട്ട് ഒരു വർഷം നിങ്ങൾ 5 വർഷവും അല്ലെങ്കിൽ 18 വർഷമൊക്കെ എന്തൊക്കെയോ ജോലി ചെയ്തു, ഒറ്റ വർഷങ്ങൾ ഇതിന് മാറ്റി വെക്കുക. ഏത് കണ്ടിന്യൂ ചൂടാക്കണം പറഞ്ഞാൽ കണ്ടിന്യൂ ചൂടാക്കണം. അത് ഇടയ്ക്ക് മീറ്റിംഗ് വരും, ഇടയ്ക്ക് മീറ്റിംഗ് ഇല്ല, പിന്നെ ഇടയ്ക്ക് മീറ്റിംഗ് വരും, പിന്നെ ഇടയ്ക്ക് മീറ്റിംഗ്, ഇങ്ങനെ ആരും രക്ഷപ്പെടില്ല. കണ്ടിന്യൂ മീറ്റിങ്ങിന് പോവാം. അത് ഞാൻ വെള്ളം തിളപ്പിക്കുന്ന ഒരു കാര്യം പറയില്ല. വെള്ളം എങ്ങനെ തിളയ്ക്കാം? വെള്ളം നമ്മൾ തിളച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വിറക് കത്തിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ തിളയ്ക്കാൻ എടുത്തുകൊണ്ട് വെച്ചാലോ വെള്ളം നിൽക്കുക. പിന്നെ കുറച്ചുകൂടെ അതിന് ചൂടാക്കിയാലോ പിന്നെ നിൽക്കും. ഇങ്ങനെ നമ്മൾ കളി കളിച്ചാൽ വെള്ളം തിളക്കുകയില്ല, അതൊന്നും ചായ കുടിക്കാനും പറ്റില്ല, അതുകൊണ്ട് ആവി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കണ്ടിന്യൂ വിളിക്കുക, അത് തിളയ്ക്കുന്നത് വരെ ഇതിൻ്റെ കൂടെ ഒരു കൊല്ലം നിന്നാൽ നമ്മളൊരു ടീമായാൽ നമുക്ക് വലിയതൊന്നും പറയില്ല. ഇപ്പം തൽക്കാലം പിന്നെ ഇവർ അപ്പോൾ ഉമർ ഉസ്താദ് ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ വരുമാനം കിട്ടുന്നുള്ളൂ. പല്ലേക്ക് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ ഉമർ ഉസ്താദിൻ്റെ അക്കൗണ്ട് എനിക്കൊന്നും തരാൻ പറ്റും. ഇത് ഒരു കൊല്ലം അങ്ങനല്ല, എനിക്ക് അപ്പത്തല്ല. ഇത് ഓർക്ക് 1 ലീഡർ കൊണ്ടുവരികയാണ്, ഓർക്ക് 2 ലീഡർ കൊണ്ടുവരാൻ, രണ്ടും നമ്മളെ ഭാഗമാണ്. ഈ കൈയും ഇട്ടതാണ്. ഈ കൈയോട് ചെറിയാൻ പറ്റില്ല. എടുത്ത് ഞാൻ സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഈ കൈയോട് ഞാൻ നന്നായിട്ട് കല്ലെറിയും. പക്ഷേ ഞാൻ ചാമ്പിത്താലും തേപ്പോൾ ഈ കൈക്കത്തേക്കും ഈ കൈക്കത്തേക്കും എൻ്റെ കൈ തന്നെയാണ്. അപ്പോൾ പവർ ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്വാധീനമുള്ള ഭാഗമാണ്, വീക്ക് ഭാഗം കുറച്ച് സ്വാധീനം കുറവാണ്. അപ്പോൾ സ്വാധീനം കുറഞ്ഞ ഭാഗത്ത് മാത്രം തേച്ചാൽ പോരാ, സ്വാധീനമുള്ള ഭാഗത്തും തേക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പവറും വീക്കൊന്നും ഇതിലില്ല. കിട്ടുന്നതൊക്കെ പവറാണ്. എപ്പോഴാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ നിങ്ങൾ അവിടെ വെച്ചിട്ട് ഇത് നമ്മുടെ ബിസിനസ്സാണ്. ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അപ്ലൈ ലീഡർ മരിച്ചു പോയി കൂട്ടിയതാണ്. അതുകൊണ്ട് എനിക്ക് ആരോടും പരാതിയില്ല. അതായത് എന്നോട് ഒരാൾ ചോദിച്ചു, വലിയ സാറ് ചോദിച്ചു, ഷായറെ ഇനിയാണ് മൈലേജിൽ ആദ്യം വന്ന ആൾ, എൻ്റെ ഓർക്ക് കൊണ്ടൊരു ജോലി ആരാ തരാം? ആരും തരില്ല, ഞാൻ തന്നെ ഉണ്ടാക്കണം. എനിക്ക് മനസ്സിലായി, ഞാൻ ആരെയും കഷ്ടക്കണ്ട, ഞാൻ തന്നെ ഓർക്ക് 1 ഉണ്ടാക്കണം, ഓർക്ക് 2 ഉണ്ടാക്കണം. ഓർക്ക് 1 ചിലപ്പോൾ വലിയതായിട്ടുണ്ടാവും, അതുകൊണ്ട് നിൻ്റെതല്ല എന്നല്ല, അത് നിൻ്റെ തന്നെ. അങ്ങനെ ചിന്തിക്കുപോലെ നാളെ തൊട്ട് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആയാൽ സാറേ ഞാൻ റൂബിയായിരുന്നു, ആ സന്തോഷം വിളിച്ച് ഉസ്താദ് എന്നെ വിളിച്ചാൽ അതൊരു സമാധാനമല്ലേ? അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ബിസിനസ്. ദീർഘിപ്പിക്കല്ല, നമ്മൾ ഈ മാസം
റാങ്ക് മാറിയേ പറ്റൂ. നിങ്ങളുടെ റാങ്ക് ഏതാണെന്ന് വെച്ചാൽ ഞാൻ എഴുതി വെക്കും. ആ റാങ്ക് മാറാനുള്ള പണി സ്റ്റാറാണ് റൂബിയാണ്, അല്ല സ്റ്റാർ ആണെങ്കിൽ റൂബിയാണ്, ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ബ്രോൺസ് ആണെങ്കിൽ സിൽവറാണ്, സ്റ്റാറാണ്. ഇനി കോർഡിനേറ്റർ ആണെങ്കിൽ എനിക്ക് പറഞ്ഞാൽ TC ആവും. ഇവർ TC ആവും. ആദ്യത്തെ റാങ്ക് കയറ്റും. TC റാങ്ക് കയറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യവും ഞാൻ പറയില്ല. ഇത് പല ആളുകളും ഇത് ലീഡർക്ക് കിട്ടുന്ന ബിസിനസ് ആണ് നിങ്ങൾക്ക് തോന്നരുത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ടാങ്ക്, ഇതൊരു ടാങ്കാന്ന് നോക്കിക്കോളി. ഇതൊരു ടാങ്കാണ്. ഇതിൽ നിറയെ വെള്ളമുണ്ട്. ഈ നിറയെ വെള്ളം ഉണ്ടെങ്കിലുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ ടാങ്കാണിത്. ഈ ടാങ്ക് നിറഞ്ഞാലേ ഇവിടെ ടാപ്പിട്ടാൽ വെള്ളം കിട്ടും, ഇവിടെ ടാപ്പിട്ടാൽ വെള്ളം കിട്ടും, ഇവിടെ ടാപ്പിട്ടാൽ വെള്ളം കിട്ടും, ഇവിടെ ടാപ്പിട്ടാൽ വെള്ളം കിട്ടും, വേർന്ന് വെള്ളം എടുത്താൽ വെള്ളം കിട്ടും. കിട്ടൂലേ? കിട്ടും. ഇനി ഈ ടാങ്കിൽ വെള്ളമില്ല, ടാങ്കിൽ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ആൾക്ക് വരുമാനം കിട്ടുന്നില്ല. ടാങ്കാട്ടോ ഈ ടാങ്ക്. ഇതാണ് ടാങ്ക്. ടാങ്കിൽ തിരികെ വെള്ളമുള്ളൂ. ഇവിടെയുള്ള 1-2 പൈപ്പിനുണ്ടോ, ഇവിടെയുള്ള പൈപ്പിനും വെള്ളം കിട്ടൂല. അപ്പം എന്താണോ ടാങ്ക് എപ്പോഴും നിറയണം. എടാ ഇവിടെ നിറയണം എന്നാലേ താഴെ വരുമാനം കിട്ടും. അതുകൊണ്ട് ആരോട് വീട് കിട്ടും. സലാത്ത് എഴുതുന്നതിനാ അതേപോലെയാണ്. സുഹൃത്താക്കളുടെ സലാത്തൊന്നും ഉണ്ടാവും. സലാത്ത് എഴുതുന്ന നമുക്ക് വേണ്ടില്ല, സലാത്ത് കൂടുതൽ ചില. അതുകൊണ്ട് ലീഡറിന് കുറേ വരുമാനം കിട്ടുക. ഇതൊരു പോസിറ്റീവുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയുന്നത് നല്ല അവസരം. അതുകൊണ്ട് ഇത് നേടിയെടുക്കാനുള്ള ഒരു പണി ചെയ്തിട്ട് എല്ലാ മാസവും നല്ല വരുമാനം കിട്ടി, നല്ലൊരു കൾച്ചറുണ്ട്, നല്ല സ്വഭാവത്തിലുള്ള നിങ്ങളെ, നല്ല വ്യക്തികളായി നിങ്ങളെ കൂടെ. നിങ്ങൾ പറയുന്നത് നമ്മൾ കുറേ കിളിനെ പിടിച്ച് നമ്മൾ കൂട്ടിൽ വെക്കണ്ട, കുറേ അണ്ണാനെ പിടിച്ച് നമ്മളെ കൂട്ടിൽ വെക്കണ്ട, കുറേ തത്തനെ പിടിച്ച് കൂട്ടിൽ വെക്കണ്ട. നിങ്ങളെ വീട്ടിൽ നല്ലൊരു മരം നട്ടാതി ആ പറന്നുപോയ കിളിയും ആ പറന്നുപോയ അണ്ണാനും ആ പറന്നുപോയ തത്താനും ഒക്കെ നിങ്ങളെ വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് ഇരിക്കും. അതാണ് മൈലേജ്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ വിജയിക്കാൻ കഴിയട്ടെ. എന്തായാലും എൻ്റെ സംസാരത്തിന് കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആരെയും കുറ്റം പറയില്ല, എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്കൊക്കെ ഇൻസ്പയറാണ് വിജയിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊക്കെ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു ഈ ഒരു പരിപാടിയിൽ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചു. താങ്ക് യു.